ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? സൊല്യൂഷൻ ആണ് അല്ലെ? സൊല്യൂഷൻ. അപ്പൊ ആ സൊല്യൂഷന്റെ കണ്ടന്റ് എവിടെയും വരെ എടുത്തേക്കുന്ന അത്രയും ഒന്ന് റീക്യാപ്പ് ചെയ്യാം, എന്നിട്ട് അവിടെ മുതൽ വീണ്ടും തുടങ്ങാം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത് സൊല്യൂഷനിൽ ആദ്യം കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേംസ് അല്ലെ, ആ കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേംസ് നമ്മൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയൊക്കെ ചെയ്തു അല്ലെ. ഏതൊക്കെയായിരുന്നു? നമുക്ക് ആദ്യം തുടങ്ങാം. മാസ് പെർസെന്റേജ്, പിന്നെന്തായിരുന്നു? വോളിയം പെർസെന്റേജ്. ചോദിക്കോട്ടോ, എല്ലാവർക്കും കൊണ്ട് എല്ലാ ക്ലാസ്സും കേട്ടോ. ഇയാൾ ഒഴിച്ചു കേട്ടോ, രണ്ടുപേരും ഒഴിച്ചു കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്ത എന്തായിരുന്നു? ppm, പാർട്സ് പെർ മില്യൺ. അടുത്ത എന്തായിരുന്നു? മോൾ ഫ്രാക്ഷൻ. പിന്നെന്തായിരുന്നു? മൊളാരിറ്റി. പിന്നെന്തായിരുന്നു? മൊളാലിറ്റി അല്ലെ. ഓക്കെ. ഈ ടേം വിത്ത് ഡെഫിനിഷൻ കിട്ടണം കേട്ടോ. ഓക്കെ, ചോദിക്കും, എന്നിട്ട് ക്ലാസ് ഫ്രണ്ടിലേക്ക് പോകുള്ളൂ കേട്ടോ. ഓക്കെ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ കഴിഞ്ഞു. അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് പാസ്റ്റ് ഇയറിൽ നമ്മൾ നോക്കി. ആ പാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നോക്കിയതിന് ശേഷം നമ്മൾ എടുത്ത ടോപ്പിക് ആണ് സോലുബിലിറ്റി. സോലുബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അല്ലെ? ഒരു വെള്ളം എടുത്തു, വെള്ളത്തിലേക്ക് സോളിഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലൂക്കോസ് ഇട്ടെന്ന് വിചാരിക്കാം. ഗ്ലൂക്കോസ് എന്താ? സോളിഡ് ആണ് അല്ലെ. സോളിഡ് ഡിസോൾഡ് ഇൻ എ വാട്ടർ. അപ്പൊ എന്ത് പറ്റും? അതിന്റെ കോൺസെൻട്രേഷൻ കൂടും അല്ലെ. ആ പ്രോസസ് ആണ് എന്തായിരുന്നു? സോളിഡ് ഇൻ ലിക്വിഡ്. അപ്പൊ അവിടെ ഒറ്റ 3 ടേമുകൾ എഴുതിയിട്ടുള്ളൂ. ഏതൊക്കെയായിരുന്നു അത്? ഡിസൊല്യൂഷൻ. വാട്ട് യു മീൻ ഡിസൊല്യൂഷൻ? എന്തായിരുന്നു ഡിസൊല്യൂഷൻ? സോളിഡ്, സോല്യൂട്ട്, dissolved in a solvent and concentration increases. This process is known as dissolution. അത് കഴിഞ്ഞ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിരുന്നു. എന്തായിരുന്നു? No more solute added in a solution. That situation is known as saturated solution. Then temperature increases. Solubility. അല്ലെ, ഓർത്ത് നോക്കുക. സോളിഡ് ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസസ്, സോലിബിലിറ്റി ഓൾസോ ഇൻക്രീസസ് അല്ലെ. നല്ല ചൂട് വെള്ളം, അതിൽ പെട്ടെന്ന് ഷുഗർ ഡിസോൾവ് ആവില്ലേ അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഹെഡിങ് ആണ് നമ്മൾ എന്താ വരുന്നത്? ഗ്യാസ് ഇൻ ലിക്വിഡ്. അതിലാണ് എന്ത് വന്നത്? ഹെൻറീസ് ലോ അല്ലെ. ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ എന്തായിരുന്നു അടുത്ത്? അതിന്റെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ അല്ലെ. ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എടുത്തോ എന്തെങ്കിലും? അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ എടുത്തു അല്ലെ. ഓക്കെ, 3 ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ 3 ആപ്ലിക്കേഷൻസ്? എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബെൻസ്, ഒരെണ്ണം കൂടിയുണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ക്ലൈംബേഴ്സ്, അനോക്സിയ ഉണ്ടോ? ഓർത്ത് നോക്കാം. 3 ആപ്ലിക്കേഷൻസ്. അത് കഴിഞ്ഞിട്ട് അടുത്ത എന്തായിരുന്നു? റൗൾസ് ലോ. റൗൾസ് ലോ എഴുതിയോ നമ്മള്? ഇല്ല. ഓക്കെ കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവരും കേട്ടോ, ഓൺലൈനിലേക്ക് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇന്ന് നമുക്ക് തുടങ്ങാം. റൗൾസ് ലോ എഴുതി കേട്ടോ. ഓക്കെ, ഹെഡിങ് റൗൾസ് ലോ. റൗൾസ് ലോ. റൗൾസ് ലോ. ഇതില് നോട്ടില് ഡീറ്റെയിൽ ആയിട്ട് റൗൾസ് ലോ ഉണ്ട് കേട്ടോ. എനിക്കിത് ഇപ്പൊ അതങ്ങ് പറഞ്ഞാൽ മതി, പക്ഷെ നിങ്ങളുടെ കയ്യൊക്കെ ഒന്ന് ഓടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണെങ്കിൽ കേട്ടോ. ഹെൻറീസ് ലോ, ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ, അത് കഴിഞ്ഞ റൗൾസ് ലോ ഉണ്ട്. ഇതിൽ ഗ്രാഫ് ഒക്കെ ഇതിൽ തന്നെയുള്ള വെക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള നിങ്ങളുടെ കൈ കൊണ്ടൊന്ന് എഴുതിക്കോട്ടെ. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് എന്നൊക്കെ എഴുതിയിട്ടാണ് കേട്ടോ. ഓക്കെ, റൗൾസ് ലോന്റെ ഒക്കെ ഉണ്ട്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ എപ്പോഴെങ്കിലും നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ കേട്ടോ, ഇതെവിടെ അല്ലാതെ ഉണ്ടാവും. അപ്പോ ഇത് ഇടയ്ക്ക് വല്ലപ്പോഴും വന്ന് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. വന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചിട്ട് വരണം മാത്രം കേട്ടോ. നെക്സ്റ്റ് റൗൾസ് ലോ എന്താണ് എന്നുള്ളതൊന്ന് എഴുതി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം കേട്ടോ. ഓക്കെ, എഴുതി വെച്ചോ റൗൾസ് ലോ. എഴുതി വെച്ചോ കേട്ടോ. A solution of volatile liquid, Raoult's law ആണ്. A solution of volatile liquid, the partial vapor pressure of each component of the solution, partial vapor pressure of each component of the solution is directly proportional to its mole fraction present in solution.
റിപ്പീറ്റ് ചെയ്യാം. ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് component of the solution is directly proportional to its mole fraction present in solution. Directly proportional to its mole fraction present in solution. Okay. The next ഇതിന്റെ ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം. പൗൽസ് ലോനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഇക്വേഷൻ ആണ് P equal to P naught into chi. ഓക്കെ, ഒന്ന് എഴുതുക. പൗൽസ് ലോന്റെ ഇക്വേഷൻ P equal to P naught into chi. Then pressure, അല്ലെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി എന്ത് കൊടുത്തു? കോൺസ്റ്റന്റ് കൊടുത്തു. അതാണ് ഈ P നോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ഇതില് ഒന്ന് എഴുതിയ ഇത് P1 ആണെങ്കിൽ എന്ത് വരും? കണ്ടോ, ഇവിടെ 1 ആണെങ്കിൽ P1 നോട്ട് ഇൻറ്റു chi 1. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ P2 ആണ് എങ്കിൽ എന്തായിരിക്കും? പ്രഷർ ഓഫ് 2 നോട്ട് ഇൻറ്റു chi 2. ക്ലിയർ ആണോ? ഇങ്ങനെ ഒന്ന് എടുത്തെഴുതും കേട്ടോ. ഞാൻ പറഞ്ഞത് കേട്ടോ, ഒന്ന് എടുത്തെഴുതി. ഇനി ഒരു കാര്യം കൂടി ഇവിടെ തുടങ്ങട്ടെ കേട്ടോ. P total equal to P1 plus P2. P total equal to P1 plus P2. ബ്രാക്കറ്റിൽ എഴുതി നോക്കുക, ഡാൽട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഡാൽട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഡാൽട്ടൺ ഇത് എഴുതിയിട്ട് P total equal to P1 plus P2. Dalton law of partial pressure. Dalton law of partial pressure. എഴുതിയോ? ഓക്കെ, ഇനിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. P എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കൊടുക്കുന്ന P പ്രഷർ. P എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ. ഈ P നോട്ട് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ്. പാർഷ്യൽ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ്. Then chi എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ. chi എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ. ഓർത്ത് നോക്കുക, chi എന്ന് പറയുമ്പോൾ മോൾ ഫ്രാക്ഷൻ. അപ്പോ P എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. P നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പാർഷ്യൽ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ്. ഓർത്ത് നോക്കുക, chi എന്ന് പറഞ്ഞാൽ എന്താ? മോൾ ഫ്രാക്ഷൻ. ഇനി ഇവിടെ P1 കൊടുത്തു. P1 കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ? പാർഷ്യൽ പ്രഷർ ഓഫ് 1. അപ്പൊ എന്തായിരിക്കും? പാർഷ്യൽ പ്രഷർ ഓഫ് 1ന്റെ പ്യുവർ കമ്പോണന്റ് ആണ് P01. ഓർത്ത് നോക്കുക, അതിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് chi 1. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാം. ഓർത്ത് നോക്കുക, സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് അതിലേക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. ആദിഷ് ഉണ്ട്. ആദിഷ് വീട്ടില് ഒരു ഓൺലൈനിൽ ഇരിക്കുന്ന ആദിഷാണ്. വീട്ടിലൊരു ബലൂൺ എടുത്ത് വീർപ്പിച്ച് ഇങ്ങനെ കെട്ടി വെക്കുകയാണ്. ആക്ച്വലി ആദിഷ് ബലൂൺ എടുത്ത് ഊതി വീർപ്പിച്ച് കെട്ടി ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. ആക്ച്വലി ബലൂണാണ്, അവിടെ ഇരിക്കട്ടെ ബലൂൺ. ഫിലിപ്പോസിന് അതിന്റെ ടോട്ടൽ പ്രഷർ ഓഫ് ബലൂൺ അറിയണം. അതാണ് P ടോട്ടൽ. അപ്പൊ P ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ ഓഫ് ബലൂൺ അറിയണം. ഇല്ല അല്ലേ? ആ ഊതി വീർപ്പിച്ചില്ലേ? ഊതി വീർപ്പിക്കുമ്പോൾ അതിനുള്ളിൽ എന്തൊക്കെ ഗ്യാസ് ഉണ്ടാവും? ബ്രീത്തിങ് എടുത്തിട്ടല്ലേ ഊതി വീർപ്പിക്കുന്നത് അല്ലെ? മെയിൻ ആയിട്ട് ഏതൊക്കെ ഗ്യാസുകളായിരിക്കും? ബ്രീത്തിങ് എടുത്തു അല്ലെ, എന്നിട്ടാണ് ചെയ്യുന്നത്. എയറിലെ ഏറ്റവും കൂടുതലുള്ള ആരാ? എയറില് നൈട്രജൻ. വെരി ഗുഡ്. കണ്ടോ, നൈട്രജൻ ആണ്. 78% നൈട്രജൻ അല്ലെ? ഓർത്ത് നോക്കുക. പിന്നെ ഓക്സിജൻ എത്രയാ? 21%. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും അല്ലെ? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ മൈന്യൂട്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ രണ്ടെണ്ണം കൊടുക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ P ടോട്ടലിന് പകരം എന്താ? പ്രഷർ ഓഫ് ബലൂൺ. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രഷർ ഓഫ് ബലൂൺ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ബിലാൽ പറഞ്ഞു എന്തായിരുന്നു? പ്രഷർ ഓഫ് നൈട്രജൻ ഉണ്ട് അതിനകത്ത്, പ്രഷർ ഓഫ് ഓക്സിജൻ ഉണ്ട്. ഓർത്ത് നോക്കുക. ബാക്കി കുഞ്ഞിതൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെ? അല്ലെ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അല്ലെ? ഓക്കെ, അതല്ലേ ബലൂണിന്റെ പ്രഷർ. ബലൂണിന് എന്തുകൊണ്ടാണ് പ്രഷർ ഉണ്ടാവാൻ കാരണം? അതിനകത്ത് ഓക്സിജൻ ഉണ്ട്,
നൈട്രജൻ ഉണ്ട്. അതാണ് എയർ എന്ന് പറയുന്നത് അല്ലെ, എയർ. അതിന്റെ പ്രഷറാണ് ബലൂണിന്റെ പ്രഷർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഓക്സിജന്റെ പ്രഷർ എങ്ങനെ കണ്ടെത്തും? ഓക്സിജന്റെ പ്രഷർ എങ്ങനെ കണ്ടെത്തും? അതുപോലെ തന്നെ എന്താണ് നൈട്രജന്റെ പ്രഷർ എങ്ങനെ കണ്ടെത്തും? അത് പറയുന്ന സമയത്ത് അവർ പറയുന്നതാണ് ലോകത്തില് ഈ നോട്ട് എന്ന് പറഞ്ഞാൽ ഈ കണ്ടോ, ഈ നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജന്റെ പ്രഷർ, ഒരു ഓക്സിജന്റെ പ്യുവർ പ്രഷർ അതുപോലെ എവിടെയായാലും അത് കോൺസ്റ്റന്റ് ആയിട്ട് എക്സ്പെരിമെന്റ് കണ്ടെത്തി വെച്ചേക്കാണ്. അത് ഫിക്സ്ഡ് ആണ്, അത് മാറില്ല. അത് ഫിക്സ്ഡ് ആണ്, അത് മാറില്ല. അങ്ങനെ മാറാത്ത പ്രഷറാണത്. അത് ഇൻറ്റു റിലേറ്റീവ് നമ്പർ ആണ് മോൾ ഫ്രാക്ഷൻ. റിലേറ്റീവ് നമ്പർ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? പ്രഷർ ഓഫ് ഉണ്ടോ, ഇത് 1ന് പകരം എന്ത് കിട്ടാൽ മതി? ഓക്സിജൻ. P1 എന്ന് പറഞ്ഞാൽ അവരുടെ മീനിങ് അതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതുന്നത് നിങ്ങൾ ഉണ്ടോ? ഈ ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും എഴുതി കഴിഞ്ഞാലേ ഓക്കെ. ഇത് ഈ സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ഇത് കണ്ടോ, പ്രഷർ ഓഫ് ഓക്സിജൻ ഈക്വൽ ടു പ്യുവർ പ്രഷർ ഓഫ് അല്ലെ ഒരെണ്ണം ഫിക്സ്ഡ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ ഉണ്ടോ. ഇവിടെ നൈട്രജൻ ആണെങ്കിൽ എന്ത്? പ്രഷർ ഓഫ് നൈട്രജൻ ഈക്വൽ ടു ഓർത്ത് നോക്കാം, മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്, പക്ഷെ നിങ്ങൾക്ക് ഇത് കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ പിന്നീട് മനസ്സിലാവില്ല. ഉണ്ടോ ഓർത്ത് നോക്കാം. ദെൻ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടോ ഓർത്ത് നോക്കാം. ഇത് നമുക്ക് ഓക്സിജൻ കൊടുക്കാം ഉണ്ടോ, പ്രഷർ ഓഫ് ഓക്സിജൻ പ്ലസ് പ്രഷർ ഓഫ് നൈട്രജൻ. ഇങ്ങനെ കൊടുത്താൽ ടോട്ടൽ പ്രഷർ ഓഫ് ബലൂൺ ഓർ സിസ്റ്റം നമുക്ക് കിട്ടും. ടോട്ടൽ പ്രഷർ ഓഫ് ബലൂൺ ഓർ സിസ്റ്റം നമുക്ക് ക്ലാരിറ്റി ആയിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി ഇതും ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറ് സാധാരണ എത്രയാണ് ആക്ച്വലി. ഞാൻ ഇവിടെ അടുത്ത് KR ബേക്കറിയാണ്, അവിടെ ചെന്നിട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചു 1000 rupees. അപ്പൊ ചോക്ലേറ്റിന്റെ പ്രൈസ് എത്രയാ? 1000 അല്ലെ, 1000. ഒറ്റ ചോക്ലേറ്റ് ആയിരിക്കും കിട്ടുക 1000 അല്ല അല്ലെ. ഓക്കെ, അപ്പൊ അവിടുത്തെ ഒരു എക്സാമ്പിൾ, ഒരു ചോക്ലേറ്റിന് 10 rupees ആണ്. അപ്പൊ എത്ര ചോക്ലേറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും? 10 into 100, അതാണ് 1000 rupees കിട്ടിയിരുന്നത്. ശരിയല്ലേ? ഓക്കെ, അപ്പോ പ്രൈസ് ഓഫ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉണ്ടോ, പ്രഷർ ഓഫ് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആക്ച്വലി ഉണ്ടോ, അല്ലെങ്കിൽ പ്രൈസ്, ഇത് പി പ്രൈസ് അല്ലേ. പ്രൈസ് ഓഫ് ചോക്ലേറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഒരെണ്ണത്തിന്റെ പ്രൈസ് എത്രയാ? 10 ആണ്. 10 into എത്ര വന്നിട്ടുണ്ട്? മോൾ ഫ്രാക്ഷൻ 100 കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ടോട്ടൽ പ്രൈസ് എത്രയായി ചോക്ലേറ്റിന്? 1000. ഒരു ചോക്ലേറ്റിന്റെ പ്രൈസ് എത്രയായിരുന്നു അല്ലെ? ഒരു ഇതില് 10 rupees അല്ലെ. അങ്ങനെ 10 rupeesനൊക്കെ ചോക്ലേറ്റ്. അപ്പൊ 10 into 100 ഇതുപോലെയാണ്. ഇത് മാറുമോ? അല്ലാതെ കടയിൽ ചെന്നിട്ട് ആ ചോക്ലേറ്റ് 10 rupees ഉണ്ട് ചേട്ടാ, എനിക്ക് പകുതി മുറിച്ച് തന്നെ തരൂ, പറ്റുമോ? അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഡയറി മിൽക്ക് പകുതി മുറിച്ച് പകുതി 5 rupees കൊടുത്ത് അങ്ങനെ കിട്ടോ? ഇല്ല, അത് ഫിക്സ്ഡ് ആണ് അല്ലെ. അതുപോലെയാണ് ഇത്. ഈ പി നോട്ട് മാറുമോ? ഇല്ല, അത് കോൺസ്റ്റന്റ് ആണ് വേൾഡില്. അപ്പൊ ഈ കൺസെപ്റ്റ് ക്ലാരിറ്റിയിൽ കിട്ടണം, എങ്കിൽ മാത്രമാണ് ഇതിൽ വരിക കേട്ടോ. ഓക്കെ, ഇതിന്റെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിലീറ്റഡ് ആയി പോയി. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ കഴിഞ്ഞ വർഷം 11th ഉണ്ടായിരുന്ന ഒരു ചാപ്റ്റർ ആണ്, അത് ഡിലീറ്റഡ് ആയി. അപ്പൊ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് ഇവിടെ അറിയാതെ മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അറിയില്ലെങ്കിൽ ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ബോർഡിൽ വന്നാൽ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആക്കി എഴുതിയത് കേട്ടോ. ഓക്കെ, ഓർത്ത് നോക്കുക. എന്തായിരുന്നു പി ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്താ? P1 plus P2. P1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക, പ്രഷർ ഓഫ് ഏതെങ്കിലും ഒരു ഗ്യാസ് അല്ലെ. ഓക്കെ, വേറെ പ്രഷർ ഓഫ് അനദർ ഗ്യാസ്, അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അല്ലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിൽ ഓരോ പ്രഷറും കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തായിരുന്നു? P equal to P naught into chi. ദെൻ റോൾ സ്ലിപ്പ് ഞാൻ ചോദിക്കും, ഞാൻ പറയണം എന്ന് വായിച്ചു നോക്കിയേ. റോൾ സ്ലിപ്പ് എന്താ? സൊല്യൂഷൻ അല്ലെ. എന്തായിരുന്നു ആ വേർഡിങ് ഒന്ന് നോക്കിയേ. Solution of volatile liquid, the partial vapor pressure of each component. What do you mean volatile? Volatile എന്താ? ഗ്യാസ് ആക്കാൻ പറ്റണോ അല്ലെ. ഓക്കെ, volatile liquid, partial vapor pressure of each component. നോക്കിയേ, ഒരെണ്ണമാണോ കമ്പോണന്റ് നമ്മളെടുത്ത് അല്ലെ? ഇത് ഒരെണ്ണം, രണ്ടെണ്ണം അല്ലെ. അതുപോലത്തെ പല പല കമ്പോണന്റ് എടുക്കുക. ഇതിങ്ങനെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പി ടോട്ടൽ ഈക്വൽ ടു ഇതുണ്ട്, ഇങ്ങനെ പോകും. അപ്പൊ ഓരോ കമ്പോണന്റ് P1 P2 ഉണ്ടോ ഓർത്ത് നോക്കി. ഈച്ച് കമ്പോണന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡാഷ് മോൾ ഫ്രാക്ഷൻ. അതുപോലെ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യം കണ്ടീഷൻ ആണ്. കണ്ടീഷൻ എന്താ? സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്, പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ തന്നെ 1, 2, 3 അങ്ങനെ പല പല ഓക്സിജൻ, നൈട്രജൻ അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാവും അല്ലെ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള നമ്പർ ആണ്, ഉണ്ടോ ഓർത്ത് വെക്കാം. ഓക്കെ, അതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്
ഓക്കെ. അപ്പൊ ഈച്ച് കമ്പോണന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് മോൾ ഫ്രാക്ഷൻ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ചോദിക്കും ഞാൻ പറഞ്ഞു. ആ മോൾ ഫ്രാക്ഷൻ. ഓക്കെ, പറയാം ട്രൈ. It's small. Okay ആണോ? Of the each component clear ആണ് അല്ലേ? ഓക്കെ. Partial vapor pressure of each component. കേട്ടോ, കിട്ടിയില്ലെങ്കിൽ അപ്പൊ പറഞ്ഞു തരൂ കേട്ടോ. വേണ്ട. All fraction. കേട്ടോ, ഓർത്തോളൂ. Then next ആദിൽ, മോനെ ആദിൽ, ആദിഷ് 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 ആ all fraction. ഇതെന്താ ഞാൻ പറഞ്ഞു. അപ്പൊ അത് ക്ലിയർ ആയിട്ട് പുറത്തു വെക്കാം. ദെൻ നെക്സ്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ഗ്രാഫുകൾ അല്ലെങ്കിൽ ഈ റൗൾസ് ലോനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫ് നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് പഠിക്കാനുണ്ട്. ഗ്രാഫ് നിങ്ങൾക്ക് നോട്ടിലുണ്ട്. ഇല്ല, നോട്ടില് പോസിറ്റീവ് ഡീവിയേഷന്റെ നെഗറ്റീവിന്റെ ആണ്. ഇത് എഴുതിക്കോ കേട്ടോ, ഗ്രാഫ് ഒന്ന് വരച്ചു കേട്ടോ. ഡോട്ടർ ലൈനിലാണ് ഓർത്തത്. ഡോട്ടർ ലൈനിൽ കൊടുത്തു. ഇതാണ് ഗ്രാഫ്. ഇനി എക്സ് ആക്സിസിൽ വൈ ആക്സിസിൽ വരുന്ന വേരിയേഷൻസ് ഒന്ന് പറഞ്ഞുതരാം. കേട്ടോ, നമ്മുടെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നോക്കാം. P1 is equal to P01 into chi1 and P2 equal to P20 into chi2. ഓക്കെ, പുറത്ത് നോക്കി ഇത് അങ്ങോട്ട് മാറിയോണ്ട് കുഴപ്പമില്ല. ഇത് P1, അതെന്തായിരുന്നു P2. നെക്സ്റ്റ് ഇവിടെ ശ്രദ്ധിക്കുക, മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? chi1 plus chi2 is equal to 1 ആണ്. അപ്പൊ മോൾ ഫ്രാക്ഷൻ എപ്പോഴും എത്രയായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോ ഇവിടെ നമ്മളൊരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ സൊല്യൂഷനിൽ ആരൊക്കെ ഉണ്ടാവും? സോല്യൂട്ട് ഉണ്ടാവും, സോൾവെന്റ് അല്ലെ? ഓക്കെ, അപ്പൊ അതിൽ രണ്ടെണ്ണമാണ് കൺസിഡർ ചെയ്യുന്നത്. അതില് ഇത് 0 ആയാൽ ഇത് x2 എത്രയാവും? 1 ആവും. ശരിയല്ലേ? ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇവിടെ കണ്ടോ P1 ആൻഡ് P01 അത് എപ്പോഴായിരിക്കും ഈക്വൽ ആവുന്നത്? P1 ഉം P10 എപ്പോഴായിരിക്കും ഈക്വൽ ആവുന്നത്? മോൾ ഫ്രാക്ഷൻ എത്രയാവണം?
1 ആവണം. അപ്പോ ഇതിവിടെ പി നോട്ട് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ വരണമെങ്കിൽ ഇവിടെ എന്തായിരിക്കും അത് 1 ആയിരിക്കും. ഉണ്ടോ? അതാ ഓർത്തോ. ഇത് 1 ആണെങ്കിൽ കൈ 1 1. ഇനി അപ്പൊ കൈ 2 എന്തായിരിക്കും? ഉണ്ടോ? ഓർത്തോ. ഇത് കൈ 1 1 ആണ് എങ്കിൽ അല്ലെ, കൈ 2 എന്തായിരിക്കും? 0. കൈ 2 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നത്? P2 നോട്ട് അല്ലേ? P2 നോട്ട് അല്ലേ? ഓക്കെ. P2 നോട്ട് ആണെങ്കിൽ ഇത് 2 ആണ് കേട്ടോ. ഇവിടെയും 2 ആണ് എങ്കിൽ ഈ കൈ 2 എത്രയോ വരണം? 1 ഉണ്ടോ? അപ്പൊ ഇത് കൈ 1 1 ആയിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇത് കൊടുക്കേണ്ടത് കൈ 1 0, ദെൻ കൈ 2 1. ഇത് കാണാതെ പഠിക്കണമെന്നില്ല, ഐഡിയ മനസ്സിലായി. ഇത് 1 ആണ്, ഇവിടെ 1 ആണെങ്കിൽ കൈ 1 1 ഉണ്ടോ? മറ്റേത് 0. ഇവിടെ 2 ആണെങ്കിൽ കൈ 2 1 ആയിരിക്കും. അപ്പൊ കൈ 1 0 കേട്ടോ. അപ്പൊ ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ പിക്ചർ അല്ലെങ്കിൽ റൗൾസ് ലോ പഠിക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഓക്കെ, റൗൾസ് ലോന്റെ മീനിങ് ഓർത്ത് വെക്കാം. എന്താണ്? ടോട്ടൽ പ്രഷർ ഇൻ ബിറ്റ്വീൻ. കണ്ടോ? എന്തായിരിക്കും? P1 ആൻഡ് P2. പി ടോട്ടൽ എപ്പോഴും ഇൻ ബിറ്റ്വീൻ P1 ആൻഡ് P2 ആയിരിക്കും. അതാണ് ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കണേ കേട്ടോ. റൗൾസ് ലോന്റെ ഗ്രാഫാണ് നമ്മൾ കണ്ടത്. ഇവിടുത്തെ ഒരു സബ് ഹെഡിങ് എഴുതി വെക്കുക. റൗൾസ് ലോയും ഹെൻറീസ് ലോയും എപ്പോഴാണ് ഈക്വൽ ആകുക എന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു കുഞ്ഞു ഹെഡിങ് ആണ്, അത് ഒരു ലൈൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ ഹെഡിങ് എഴുതി കേട്ടോ. റൗൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. ഹെഡിങ് ആണ് കേട്ടോ, സബ് ഹെഡ്. റൗൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. റൗൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. സബ് ഹെഡിങ് ആയിട്ട് എഴുതി കേട്ടോ. അണ്ടർലൈൻ ചെയ്യാം, അവിടെ ഒന്ന് എഴുതി വെക്കാം. ഹെൻറീസ് ലോവിന്റെയും റൗൾസ് ലോവിന്റെയും ഇക്വേഷൻ എഴുതിയിട്ട് ഒന്ന് കമ്പാരിസൺ ആണ്. ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ വരുന്നത് P ഈക്വൽ ടു KH ഇൻറ്റു കൈ. കേട്ടോ, റൗൾസ് ലോന്റെ ഇക്വേഷൻ P ഈക്വൽ ടു P നോട്ട് ഇൻറ്റു കൈ. കേട്ടോ, ഇവിടെ 1 കൊടുത്ത് ഇവിടെ 1 കൊടുക്കണം, ഇവിടെ 1 കൊടുക്കണം, ഇവിടെ 1 കൊടുക്കണം. ഓക്കെ, രണ്ട് ഇക്വേഷൻ എടുത്ത് കേട്ടോ. P ഈക്വൽ ടു KH ഇൻറ്റു കൈ, ബ്രാക്കൽ ഹെൻറീസ് ലോ. P equal to P naught into chi. ബ്രാക്കറ്റില് എന്ത് എഴുതണം? റൗൾസ് ലോ. ആകെ ഡിഫറൻസ് ഏതാ? KH ഉം P നോട്ടും അല്ലെ. KH ഉം P നോട്ടും, ഹെൻറീസ് കോൺസ്റ്റന്റും P യും തമ്മിലാണ് ഡിഫറെന്റ് ആയിട്ട് വന്നേക്കുന്നത്. അങ്ങനെ വന്നാൽ ഇത് രണ്ടും ഈക്വൽ ആയാൽ എന്താവും? ഹെൻറീസ് ലോ ഈക്വൽ ടു റൗൾസ് ലോ. അതാണ് അടുത്ത് ഇതിൽ എഴുതാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, താഴെ എഴുതി വെക്കാം. അവിടെ എഴുതി വെച്ചു കേട്ടോ. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് KH become equal to proportionality constant KH become equal to proportionality constant KH become equal to P naught
പി നോട്ട് കോമ Raoult's law equal to Henry's law. Raoult's law equal to Henry's law. Raoult's law equal to Henry's law. Proportionality constant equal ആയി കഴിഞ്ഞാൽ അതും രണ്ടും ഈക്വൽ ആയി വരും. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതി നോക്കുക, ഐഡിയൽ സൊല്യൂഷൻ. നെക്സ്റ്റ് ഹെഡിങ് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ. നെക്സ്റ്റ് ഹെഡിങ് ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചു കേട്ടോ. എന്നിട്ട് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഐഡിയൽ സൊല്യൂഷൻ ഫസ്റ്റ് പോയിന്റ്സ് ഒന്ന് എഴുതി ക്ലിയർ ചെയ്യാം. ചെറിയ പോയിന്റ്സുകൾ കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചോ, സൊല്യൂഷൻ ഒബേ റൗൾട്ട്സ് ലോ. ഫസ്റ്റ് പോയിന്റ്, സൊല്യൂഷൻ ഒബേ റൗൾട്ട്സ് ലോ എഴുതണം കേട്ടോ. സൊല്യൂഷൻ ഒബേ റൗൾട്ട്സ് ലോ. ഫസ്റ്റ് പോയിന്റ്, സൊല്യൂഷൻ ഒബേ റൗൾട്ട്സ് ലോ. സൊല്യൂഷൻ ഒബേ റൗൾട്ട്സ് ലോ. എൻറ്റർ ദ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ ഓർത്ത് വെക്കാം കേട്ടോ. ഓർത്ത് വെക്കാം. ഇതിപ്പോ കുഞ്ഞു പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. സൊല്യൂഷൻ ഓഫ് എ റൗൾട്ട്സ് ലോ. സെക്കൻഡ് പോയിന്റ്, ഡെൽറ്റ എച്ച്, ഡെൽറ്റ മിക്സ് എച്ച് ഈക്വൽ ടു 0. ഡെൽറ്റ മിക്സ് എച്ച് ഈക്വൽ ടു 0. അടുത്ത ഡെൽറ്റ വി മിക്സ് അല്ലെങ്കിൽ മിക്സ് വി ഈക്വൽ ടു 0. The next AB, AA, comma BB, AB, AA, BB, interaction almost equal. 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 ബ്രാക്കറ്റില് എ എന്താന്ന് എഴുതി വെക്കുക. എ സോൾവെന്റ്, ബി സോല്യൂട്ട്. എ സോൾവെന്റ്, ബി സോല്യൂട്ട്. എ സോൾവെന്റ്, ബി സോല്യൂട്ട്. ഇനി നമുക്ക് തോന്നുന്നു കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ അതിൽ തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് ഇത് ഒന്ന് കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞിരുന്നു ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് എത്ര മാർക്കാ? 7 അല്ല, ടോട്ടൽ മാർക്ക് 70. അത് ഈ ചാപ്റ്ററിന് 7 മാർക്കാണ് ആക്ച്വലി വെയിറ്റേജ് വരുന്നത്. അപ്പോ ഈ 7 മാർക്കില് 60 to 70% എന്ന് പറഞ്ഞാൽ 6 ഏകദേശം ഒരു 7 5 മാർക്ക് എന്തായാലും എന്താണ് മാത്തമാറ്റിക്കൽ ക്വസ്റ്റൻ ആണ് വരിക. ഓർത്തോക്കെ, അല്ലാതെ ഈ എക്സ്പ്ലനേഷൻ ഒന്നുമല്ല. ഇത് കറക്റ്റ് ആയിട്ട് ആവശ്യത്തിന് അറിഞ്ഞു മതി. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നോട്ട് തന്നത്. ഇപ്പോൾ ഓർത്തോക്കെ, ആദ്യം റൗൾട്ട്സ് ലോ ഒബേ ചെയ്യണം. ഇപ്പോൾ ഒരു ഐഡിയൽ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് പറയണം 5 മണിക്ക് എഴുന്നേക്കണം, ഇന്ന ഒരു ക്രൈറ്റീരിയ വെക്കുകയാണ്, അതെല്ലാം ഒബേ ചെയ്ത അതുപോലെയാണ് ആ റൗൾട്ട്സ് ലോ ഒബേ ചെയ്ത അത് ഐഡിയൽ ആണ് അല്ലെ, ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ള ഫോറം പറഞ്ഞേക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കുക, ഡെൽറ്റ മിക്സ് എച്ച് ഈക്വൽ ടു 0. അത് ഓർത്തു നോക്കണം. എന്താണ് ഡെൽറ്റ എച്ച്? ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എൻതാൽപി. എൻതാൽപി എന്ന് പറഞ്ഞാൽ എനർജി. കഴിഞ്ഞ വർഷം തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്. അത് പോസിറ്റീവ് ആയാൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയ എൻഡോതെർമിക്, നെഗറ്റീവ് ആയ എക്സോതെർമിക്. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് HCl ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്പ്ലാഷ് ഔട്ട് ആവും, ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അത് എന്താണ്? നെഗറ്റീവ് ആണ്, എക്സോതെർമിക്. അങ്ങനെ ആവാൻ പാടില്ല. ഇത് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ ഓർത്ത് വെക്കാം. അപ്പൊ ഹീറ്റ് ഇവോൾവ് ചെയ്യാനും പാടില്ല, അബ്സോർബ് ചെയ്യാനും പാടില്ല. അതാണ് അതിന്റെ ക്രൈറ്റീരിയ. രണ്ടാമത് കഴിഞ്ഞാൽ തേർഡ് പോയിന്റ്, ഡെൽറ്റ മിക്സ് വി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വോളിയം റിമൈൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ വാട്ടറിന്റെ ഇടയിൽ ഇന്റർ മോളിക്കുലർ സ്പേസ് ഉണ്ടാവും. ഒരു വാട്ടറും അനദർ വാട്ടറും നമ്മൾ എന്ത് ചെയ്യും? ഇന്റർ മോളിക്കുലർ സ്പേസ്. അതിലേക്കായിരിക്കും മറ്റത് ഡിസോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡെൽറ്റ മിക്സ് വി എന്തായിരിക്കണം? 0. വോളിയം ഇൻക്രീസ് ചെയ്യാനും പാടില്ല, ഡിക്രീസ് ചെയ്യാനും പാടില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. എന്തായിരുന്നു? എ ബി
AB എന്ന് പറയുമ്പോൾ എന്താ? സോൾവെന്റ് സോല്യൂട്ട്. പിന്നെന്തായിരുന്നു? സോൾവെന്റ് സോൾവെന്റ്. BB എന്തായിരിക്കും? സോല്യൂട്ട് സോല്യൂട്ട്. ഈ ഇന്ററാക്ഷൻസ് എല്ലാം എന്തായിരിക്കണം? ഓൾമോസ്റ്റ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം കേട്ടോ. ഓർത്തോക്കെ ഇങ്ങനെ എല്ലാ ക്രൈറ്റീരിയയും ഒബേ ചെയ്താൽ അതിനെ എന്ത് വിളിക്കും? ഐഡിയൽ സൊല്യൂഷൻ. ടെക്സ്റ്റ് ബുക്കിൽ 3 എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. അതാണ് ആദ്യം പഠിക്കുന്നത് ഇതിൽ കേട്ടോ. ഓർത്തോക്കെ പല കുട്ടികളും ഇത് പഠിച്ചു അവിടെ നിർത്തും. എക്സാമ്പിൾ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നേക്കുന്നത്. ഇതിൽ പോസിറ്റീവ്, നെഗറ്റീവ്, അതുപോലെ ഐഡിയൽ, അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ബോർഡിൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നേക്കുന്നത്. അതുകൊണ്ട് എക്സാമ്പിൾ ഷാർപ്പായിട്ട് കിട്ടണം കേട്ടോ. ഓർക്കുക നിങ്ങൾക്ക് കഴിഞ്ഞല്ലേ ഓർമ്മയുണ്ട് എക്സാമ്പിൾ? 3 എക്സാമ്പിൾ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ശരിയാ പറഞ്ഞോ? എഴുതിക്കോട്ടോ എക്സാമ്പിൾ എഴുതി. എൻ ഹെക്സേൻ ആൻഡ് എൻ ഹെപ്റ്റെയിൻ കേട്ടോ. ഓർത്തോക്ക ആയത് തന്നെ എഴുതി കേട്ടോ. എൻ ഹെക്സേൻ ആൻഡ് എൻ ഹെപ്റ്റെയിൻ. ഇതിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. എൻ ഹെക്സേൻ ആൻഡ് എൻ ഹെപ്റ്റെയിൻ. സെക്കൻഡ് എക്സാമ്പിൾ, എൻ എന്ന് പറഞ്ഞ നോർമൽ എന്നാണ് കേട്ടോ. ഹെക്സേൻ ആൻഡ് ഹെപ്റ്റെയിൻ അത്രേ ഉള്ളൂ. എൻ ഹെക്സേൻ ആൻഡ് എൻ ഹെപ്റ്റെയിൻ കേട്ടോ. ദെൻ അടുത്ത ഇത് രണ്ട് മിക്സ് ചെയ്ത സൊല്യൂഷൻ ആണ് ഒരു ഐഡിയൽ സൊല്യൂഷൻ. അടുത്ത ലൈനിൽ എഴുതണം. അടുത്ത എക്സാമ്പിൾ, ബെൻസീൻ ആൻഡ് ടോളുവിൻ. ബെൻസീൻ ആൻഡ് ടോളുവിൻ. അടുത്ത എക്സാമ്പിൾ, തേർഡ് എക്സാമ്പിൾ, ക്ലോറോ ഈഥേൻ ആൻഡ് ബ്രോമോ ഈഥേൻ. തേർഡ് എക്സാമ്പിൾ, ക്ലോറോ ഈഥേൻ ആൻഡ് ബ്രോമോ ഈഥേൻ. ക്ലോറോ ഈഥേൻ ആൻഡ് ബ്രോമോ ഈഥേൻ. ഓക്കെ. ദെൻ അടുത്ത സബ് ഹെഡിങ്. അപ്പൊ ഐഡിയൽ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്തായിരിക്കും? നോൺ ഐഡിയൽ സൊല്യൂഷൻ. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക, നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ. എന്തായിരിക്കും നോൺ ഐഡിയൽ എന്ന് പറയുമ്പോ? സൊല്യൂഷൻ ഡസ് നോട്ട് ഒബേ റൗൾസ് ലോ കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക, സൊല്യൂഷൻ ഡസ് നോട്ട് ഒബേ റൗൾസ് ലോ. Solution does not obey Raoult's law. Solution does not obey Raoult's law. അത് ഒബേ ചെയ്യാത്തതാണ്. രണ്ട് ടൈപ്പ് ആണ് വരുന്നത്. 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഏതായിരുന്നു? പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ കേട്ടോ. പുറത്ത് എഴുതി വെക്കാം. എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷന്റെ ഫസ്റ്റ് പോസിറ്റീവ് ഡീവിയേഷൻ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. പോസിറ്റീവ് ഡീവിയേഷൻ. 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ഡീവിയേഷൻ അതിലേക്കാണ് ആദ്യം വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, റൗൾസ് ലോയുടെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഈക്വൽ ടു ഇ നോട്ട് ഇൻറ്റു കൈ. 1 കൊടുത്ത 1 1 അല്ലേ? ഓക്കെ. ഇത് കറക്റ്റ് ഈ ഇക്വേഷൻ അനുസരിച്ച് വർക്ക് ചെയ്താൽ മാത്രമാണ് പോസിറ്റീവ് കിട്ടേണ്ടത്. പക്ഷേ ഇതെന്താണ് അല്ലെ? കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഐഡിയൽ ആണ്. പക്ഷെ നമ്മൾ ഈ ഇക്വേഷൻ ചെയ്തു. ഇപ്പൊ ഇവിടെ ഒരു ഓക്സിജന്റെ ആണ് ഒരു എക്സാമ്പിൾ. ഇത് പ്രഷർ ഓഫ് ഓക്സിജൻ നമ്മൾ ചെയ്യാണ്. ഇത് പ്രഷർ ഓഫ് ഓക്സിജന്റെ ഒരു വാല്യൂ കറക്റ്റ് ആയിട്ട് നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്തേക്കുന്നുണ്ട്. അതാണ് ഇവിടെ പ്രഷർ ഓഫ് ഓക്സിജൻ. ദെൻ അതിന്റെ നമ്പർ എടുത്ത് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ ഒരു 10 ആണ് വരുന്നത്. പക്ഷെ അത് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അത് 12 ആയിരിക്കും, അതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ റൗൾസ് ലോന്റെ പ്രഷറിനേക്കാളും ഹയർ വന്നാൽ, സൊല്യൂഷന്റെ പ്രഷർ ഹയർ വന്നാൽ അതെന്തായിരിക്കും? പോസിറ്റീവ് ഡീവിയേഷൻ. അതെന്തായിരിക്കും വരുന്നത്? പോസിറ്റീവ് ഡീവിയേഷൻ. ആ രീതിയിലാണ് ക്ലിയർ ചെയ്ത് വരുന്നത് കേട്ടോ. ഓക്കെ. ഇപ്പൊ ബോർഡ് എക്സാം കഴിഞ്ഞു, പ്രണവ് മാർക്കൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ വന്ന സമയത്ത് 95 ആണ് കെമിസ്ട്രിക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത്. അതാണ് കാൽക്കുലേറ്റ് ചെയ്തത്. തിയറട്ടിക്കലി ആണ് അല്ലെ? ഓക്കെ. പക്ഷെ വന്നപ്പോൾ 99 കിട്ടി. നെഗറ്റീവ് ആവോ പോസിറ്റീവ് ആവോ? പോസിറ്റീവ് ആവും. എന്തുകൊണ്ടാവും കിട്ടി എന്ന് പറഞ്ഞു. റീസൺ കൂടി പറഞ്ഞാൽ അത് ആൻസറായി. അപ്പൊ എന്തുകൊണ്ടാ? ആദ്യത്തെ എന്താണ്? കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ? ഓർത്തോക്കെ കറക്റ്റ് ആയിട്ട് തിയറി ഒക്കെ വെച്ച് കിട്ടുന്ന അനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അതാണ് ഇതിനേക്കാളും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പൊ റൗൾസ് ലോ എക്സ്പെക്ട് ചെയ്യുന്ന പ്രഷറിനേക്കാളും ഹയർ വന്നാൽ അതെന്താണ് അല്ലെ? പോസിറ്റീവ് ഡീവിയേഷൻ അല്ലെ? അയാൾ മാർക്ക് കൂട്ടിയത് 95 ആണ്, 99 കിട്ടി. എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഹയർ വന്നു, പോസിറ്റീവ് ഡീവിയേഷൻ. വൈ? ആ ടീച്ചർ എങ്ങനെയുള്ള ആളാക്കി? ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും, വീക്ക് ആയിരിക്കും. നമ്മൾ പറയാറുണ്ടല്ലേ ചില ടീച്ചർ പാവമാണ്. ഇപ്പൊ ഞാനൊക്കെ പറയും ആ ടീച്ചർ പാവമാണ്, മാർക്കൊക്കെ തരുന്നതാണ്, ലിബറൽ ആണ്, അങ്ങനെയൊക്കെ പറയാറില്ലേ? ചില ടീച്ചർ സ്ട്രോങ് ആണ് എന്നൊക്കെ പറയും അല്ലെ?
ഈ ടീച്ചർ എങ്ങനെയായിരിക്കും? പ്രണവിന്റെ നോക്കിയ ആ എക്സാമിൻ ചെയ്ത ടീച്ചർ സ്ട്രോങ് ആയിരിക്കും, വീക്ക് ആയിരിക്കും, പാവമായിരിക്കും? അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പോയിന്റതാണ് എ ബി ഇന്ററാക്ഷൻ വീക്ക് ആയിരിക്കും. എ ബി ഇന്ററാക്ഷൻ എന്തായിരിക്കും? വീക്ക് ദാൻ ദാറ്റ് ഓഫ് എ എ ആൻഡ് ബി ബി. അതുകൊണ്ടാണ് അത് എന്ത് വരുന്നത്? പോസിറ്റീവ് ഡീവിയേഷൻ വരുന്നത്. എ ബി ഇന്ററാക്ഷൻ വീക്ക് ആയിരിക്കും ദാൻ ദാറ്റ് ഓഫ് എ എ ആൻഡ് ബി ബി. അപ്പൊ എഴുതി വെച്ചോട്ടെ, പോസിറ്റീവ് ഡീവിയേഷൻ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. സൊല്യൂഷൻ വേപ്പർ പ്രഷർ, പോസിറ്റീവ് ഡീവിയേഷൻ അണ്ടർലൈൻ ചെയ്യുക. അവിടെ ഫസ്റ്റ് പോയിന്റ് സൊല്യൂഷൻ വേപ്പർ പ്രഷർ, solution vapor pressure higher than the solution vapor pressure higher than the expected Raoult's law. Solution vapor pressure higher than the expected Raoult's law. Solution vapor pressure higher than the expected Raoult's law. First point. Second point എഴുതി വെക്കുക. എ ബി ഇന്ററാക്ഷൻ, എ ബി ഇന്ററാക്ഷൻ, എ ബി ഇന്ററാക്ഷൻ weaker than that of എ ബി interaction weaker than that of AA and BB interaction. AB interaction weaker than that of AA and BB interaction. AB interaction weaker than that of AA and BB interaction. ഇനി എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട് ഇവിടെ ശ്രദ്ധിച്ചു. അതിനു മുമ്പ് ഇതൊക്കെ എന്താവും? ഇതെല്ലാം പോസിറ്റീവ് ആവും. ഇതെന്താവും? പോസിറ്റീവ്. അപ്പൊ ഡെൽറ്റ മിക്സ് എച്ച് ഈക്വൽ ടു എന്തായിരിക്കും? അത് കൂടി എഴുതണം കേട്ടോ, പോസിറ്റീവ്. അതിന്റെ താഴെ അടുത്ത പോയിന്റ് എഴുതണം കേട്ടോ, പോസിറ്റീവ്. ഇതൊക്കെ എടുത്ത് എഴുതിയേ. ഇത് രണ്ടും എഴുതണം കേട്ടോ. പോസിറ്റീവ് വന്നാൽ ഇത് രണ്ടും പോസിറ്റീവ് ആയിരിക്കും. ഡെൽറ്റ മിക്സ് എച്ച് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എൻഡോ തെർമിക്. ഡെൽറ്റ മിക്സ് വി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പോസിറ്റീവ്. ദെൻ എക്സാമ്പിൾ. എക്സാമ്പിൾ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? എനിക്ക് ഇത് ഈ കെമിക്കൽ കാൻഡിസ് എടുത്തത് അല്ല, സ്കൂൾ കെമിക്കൽ കാൻഡിസ് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? നമുക്ക് നിങ്ങളാണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടോ? ഓർത്ത് നോക്കാൻ. ഇതിന്റെ എക്സാമ്പിൾ വരുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കുക, ആൽക്കഹോൾ, എത്തനോൾ ഇല്ലേ നമ്മുടെ ആൽക്കഹോൾ, ആൽക്കഹോൾ വന്നു കഴിഞ്ഞാൽ അതെല്ലാം പോസിറ്റീവിലാണ് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ എഴുതി വെക്കാം. എത്തനോൾ ആൻഡ് അസറ്റോൺ, എത്തനോൾ ആൻഡ് അസറ്റോൺ എഴുതി വെക്കാം കേട്ടോ. എക്സാമ്പിൾ എത്തനോൾ ആൻഡ് അസറ്റോൺ, എത്തനോൾ ആൻഡ് അസറ്റോൺ, എത്തനോൾ ആൻഡ് അസറ്റോൺ. സെക്കൻഡ് എക്സാമ്പിൾ എഴുതി വെക്കുക. എത്തനോൾ ആൻഡ് വാട്ടർ, എത്തനോൾ ആൻഡ് വാട്ടർ. ടെക്സ്റ്റ് ബുക്കിൽ എത്തനോൾ ആൻഡ് അസറ്റോൺ ഉള്ളൂ കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് എത്തനോളും വാട്ടറും തന്നു കഴിഞ്ഞാൽ അത് കൂടി ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, ആൽക്കഹോള് എടുത്തിട്ട് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആൽക്കഹോള് വാട്ടർ മിക്സ് ചെയ്തിട്ട് ഇവിടെ തുറന്നു വെച്ചാൽ എന്ത് പറ്റും? ആൽക്കഹോള് പതുക്കനെ വേപ്പർ ആവാൻ തുടങ്ങൂല്ലേ? ഓക്കെ അല്ലെ, വേപ്പർ ആവാനായിട്ട് തുടങ്ങും. ആൽക്കഹോള് ഈ ഇന്ററാക്ഷൻ കണ്ടോ, അതെന്താവും? വീക്കാണ്. എയും വാട്ടറും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്താണ്? വീക്കാണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് എന്ത് ചെയ്യും? വോളറ്റൈൽ ആവും. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? വേപ്പർ ആയി കൊണ്ടിരിക്കും. അപ്പൊ പ്രഷർ എന്ത് ചെയ്യും? കൂടും. പ്രഷർ എന്ത് ചെയ്യും? കൂടും. അങ്ങനെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ. പ്രഷർ കൂടുമ്പോ ആ ഗ്രാഫ് നിങ്ങൾക്ക് തന്നേക്കുന്ന നോട്ടിൽ കണ്ടോ? നേരത്തെ ഗ്രാഫ് എങ്ങനെയാ വരച്ചേക്കുന്നത്? അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ വരപ്പിക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഓർമ്മയുണ്ടോ അല്ലേ? ഈ ഗ്രാഫ് നമ്മൾ നേരത്തെ വരച്ചേക്കുന്ന ഇതുണ്ട് അല്ലെ, ഇതിങ്ങനെയാണ് നേരത്തെ വരച്ചത്. ഇതിന്റെ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? കൂടും. കണ്ടോ? ഓർത്ത് നോക്കുക, ഇങ്ങനെ കൂടും. കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ കൂടും. കണ്ടോ? ഓർത്ത് നോക്കുക, ഇവിടെ കൂടും. ഇതെന്തുകൊണ്ടാ? ഈ എ ബി ഇന്ററാക്ഷൻ വീക്കാവും. വീക്കായാൽ പെട്ടെന്ന് എന്താവും? വോളറ്റൈൽ ആയി പോകും അല്ലെ. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാസ് ആയി പോകും. ഗ്യാസ് ആയി കഴിയുമ്പോൾ എന്താ? അത് അല്ലെ ക്ലിയർ ആയിട്ട് വേപ്പർ പ്രഷർ കൂടും. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ നെഗറ്റീവ് എന്തായിരിക്കും? എന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ പോസിറ്റീവ് മര്യാദ വൃത്തിയിൽ പഠിച്ചാൽ നെഗറ്റീവ് ആ പോയിന്റ് വെച്ച് എഴുതാൻ പറ്റണം. എങ്ങനെയായിരിക്കും നെഗറ്റീവ് ഡീവിയേഷന്റെ ഫസ്റ്റ് പോയിന്റ്? നെഗറ്റീവ് ഡീവിയേഷൻ എന്തായിരുന്നു? ഇപ്പൊ ഞാൻ എന്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തു, 95 ആണ്. അതിന് പകരം എനിക്ക് കിട്ടിയത് 93, 2 മാർക്ക് കുറഞ്ഞു. അപ്പൊ എനിക്ക് വിഷമായി. നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കുന്ന എന്തായിരുന്നു അല്ലെ? 95. അതിനേക്കാളും എന്ത് ചെയ്തു അല്ലെ? കുറഞ്ഞു. കുറഞ്ഞാൽ അതെന്താവും? നെഗറ്റീവ് ഡീവിയേഷൻ
കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നെഗറ്റീവ് ഡീവിയേഷൻ വരുമ്പോൾ എ ബി ഇന്ററാക്ഷൻ എന്താവും, സ്ട്രോങ് ആവും. അപ്പൊ പെട്ടെന്ന് വേപ്പറായി പോവോ, ഇല്ല, അത് അവിടെ കിടക്കും. അപ്പൊ പ്രഷർ എന്ത് ചെയ്യും, കുറയും. കണ്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെയാണ് ഓർത്ത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എഴുതി കേട്ടോ. നെഗറ്റീവ് ഡീവിയേഷൻ അണ്ടർലൈൻ ചെയ്യാം. നെഗറ്റീവ് ഡീവിയേഷൻ. solution vapor pressure lower than that of expected Raoult's law. Solution vapor pressure lower than that of expected Raoult's law. നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റ് എന്തായിരിക്കും, എ ബി ഇന്ററാക്ഷൻ സ്ട്രോങ്ങർ than that of AA and BB interaction. AB interaction stronger than that of AA and BB interaction. AB interaction stronger than that of AA and BB interaction. Then next point, delta mix H എന്താവും, നെഗറ്റീവ് അല്ലേ. അപ്പൊ എന്ത് വരും, നെഗറ്റീവ്. ഇവിടെയും നെഗറ്റീവ്, ഇവിടെയും നെഗറ്റീവ്, രണ്ടും കേട്ടോ, നെഗറ്റീവ്. ഡെൽറ്റ മിക്സ് H ഈസ് ഈക്വൽ ടു നെഗറ്റീവ്, ഡെൽറ്റ മിക്സ് V ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. ഓക്കെ, വോളിയം അല്ലെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഡിക്രീസ് ചെയ്യും. അതുപോലെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് എക്സോ തെർമിക്. എക്സോ മിക്സ് ചെയ്യും അല്ലെ, മിക്സ് ചെയ്യുമ്പോൾ എക്സോ തെർമിക് ആയിരിക്കും. Then next example, അസറ്റോൺ ആൻഡ് ക്ലോറോഫോം. നേരത്തെ എഴുതിയ കണ്ടോ, ആൽക്കഹോൾ ആൻഡ് അസറ്റോൺ ഉണ്ട് അല്ലെ, മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ അസറ്റോൺ ഉണ്ട്, പക്ഷെ ക്ലോറോഫോം ഉണ്ട് കേട്ടോ. ക്ലോറോഫോം, അസറ്റോൺ ആൻഡ് ക്ലോറോഫോം. എക്സാമ്പിൾ, അസറ്റോൺ ആൻഡ് ക്ലോറോഫോം. അപ്പൊ ഇത്രയും വരെ പഠിച്ചൊന്ന് ഓർഡറിലൊന്ന് പറയാം. നമ്മളിന്ന് തുടങ്ങിയത് റൗൾസ് ലോ ആണ് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. കാരണം റൗൾസ് ലോന്റെ കണ്ടിന്യൂഷൻ ആണ് ഐഡിയൽ സൊല്യൂഷൻ വരുന്നത് അല്ലെ. അവിടെ തൊട്ടൊന്ന് ഓർഡറിലൊന്ന് പറയിപ്പിക്കും കേട്ടോ. റൗൾസ് ലോ ഫസ്റ്റ് എന്താ പഠിച്ചേ, റൗൾസ് ലോ. ഒറ്റ വേർഡിൽ പറഞ്ഞു നോക്കിയേ, എന്തായിരുന്നല്ലോ റൗൾസ് ലോ അല്ലെ. എങ്ങനത്തെ സൊല്യൂഷനാ, ഒരു സൊല്യൂഷൻ എടുക്കുമ്പോൾ ആ സൊല്യൂഷനിൽ എന്തുണ്ടാവണം, വോളറ്റൈൽ അല്ലെ. ആ സൊല്യൂഷൻ കണ്ടെയ്നിങ് വോളറ്റൈൽ അല്ലെ, വോളറ്റൈൽ ആയിരിക്കണം ആദ്യത്തെ കണ്ടീഷൻ. അതിൽ ഓരോ കോമ്പോണന്റ്, ഈച്ച് കമ്പോണന്റ് അല്ലെ, പുറത്തു നോക്കാം, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരുന്നു, മോൾ ഫ്രാക്ഷൻ. അപ്പൊ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ അല്ലെ, volatile solution containing partial pressure of each component is directly proportional to mole fraction. കേട്ടോ, മൈൻഡിൽ കറക്റ്റ് ആണോ എന്ന് ഓർത്ത് നോക്കാം. ആവശ്യമുള്ളത് മാത്രം ഇങ്ങനെ പിക്ക് ചെയ്യാം. നെക്സ്റ്റ് എന്തായിരുന്നു, P equal to P naught into chi. അത്രയും പഠിച്ച എനിക്ക് റൗൾസ് ലോ വേണ്ട ബേസിക് ഐഡിയ ഓക്കെ ആണ്. നെക്സ്റ്റ് ആ നോട്ടിന്റെ എല്ലാ താഴെയും, ആ താഴെ എല്ലാം 1 കൊടുത്ത് എല്ലായിടത്തും 1 ഉണ്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ഇക്വേഷൻ എങ്ങനെ എഴുതും, P1 equal to P1 naught into chi1 ഉണ്ടോ, ഓർത്ത് നോക്കാം. 2 ആണെങ്കിൽ 2, P total is equal to P1 plus P2 Dalton of partial pressure. അത്ര എടുത്തുമ്പോൾ മെയിൻ ആയി അതിന്റെ ഗ്രാഫായി. അത് കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ കേസ് വിട്ട് കളയാം, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞാൽ ഐഡിയൽ സൊല്യൂഷൻ, 4 ക്രൈറ്റീരിയ എന്തായിരുന്നു, സൊല്യൂഷൻ ഓഫ് എ റൗൾസ് ലോ. പിന്നെന്തായിരുന്നു ഡെൽറ്റ മിക്സ് H equal to 0, ഡെൽറ്റ V mix is equal to 0. പിന്നെന്തായിരുന്നു AB AA BB interaction almost equal അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഇന്ററാക്ഷൻസ് പറഞ്ഞാൽ ആ ഒരു ഏരിയ ഓക്കെ ആയി. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എക്സാമ്പിൾ എഴുതി, 3 എക്സാമ്പിൾസ് ആണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ, പിന്നെ എന്തായിരുന്നു നെഗറ്റീവ് ഡീവിയേഷൻ. ഇനി അടുത്ത ടോപ്പിക് അസിയോട്രോപ്സ് ആണ്. അസിയോട്രോപ്പിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്, ബൈനറി മിക്സ്ചർ ഹാവിംഗ് ദ സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ഫേസ് ആൻഡ് ഗേഷ്യസ് ഫേസ്. ഡെഫിനിഷൻ പഠിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതെ, ഒരു ഗ്ലാസ് വാട്ടർ എടുത്തു, അതിൽ സോൾട്ട് മിക്സ് ചെയ്തു, സോൾട്ട് വാട്ടർ ആണ്. നിങ്ങൾ അത് തുറന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും അല്ലെ, തുറന്ന് വെച്ചേക്കാണെന്നായിരുന്നു, കുറച്ച് വെള്ളം അടിച്ചിട്ട് തുറന്നു വെച്ചത് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും, വാട്ടർ പേപ്പറായി പോകും, താഴെ എന്ത് കിട്ടും, സോൾട്ട് കിട്ടും. അങ്ങനെയല്ലേ, ഒരു സോൾട്ട് വാട്ടറിനെ നിങ്ങൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
വാട്ടർ വേപ്പർ ആയി പോകും, സോൾട്ട് അവിടെ കിട്ടും. നിങ്ങൾക്ക് ആ സോൾട്ടിനെ വേപ്പർ ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ മിക്ക നോർമൽ സൊല്യൂഷൻസുകളും ഇതുപോലെയാണ് ആക്ച്വലി, അല്ലെ? ഒരു പെട്രോൾ എടുത്തു, ക്രൂഡ് ഓയിൽ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാക്ഷണൽ കോളം കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ആരൊക്കെ മാറും? പെട്രോൾ മാറും, ഡീസൽ, കറോസിൻ, ഏറ്റവും ലാസ്റ്റ് എന്ത് കിട്ടും? ക്രൂഡ് ഓയിൽ എടുത്താം. ക്രൂഡ് ഓയിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ക്രൂഡ് ഓയിൽ ഏറ്റവും ലാസ്റ്റ് ടാർ കിട്ടും. ടാർ. ഇത് ഏത് ബുക്കിലുണ്ട്? 11th നിങ്ങൾക്ക് എടുക്കാത്തതുകൊണ്ടാണ്. 11th ഏത് ചാപ്റ്റർ? ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് കൺസെപ്റ്റ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരു പോർഷൻ എടുക്കാത്തതല്ലേ? സബ്ലിമേഷൻ, അല്ലെ? ഡ്യൂമാസ് മെത്തേഡ്. KV-കാർക്ക് എന്തായാലും എക്സാം ഉണ്ടായി, അല്ലെ? ഓക്കെ. അപ്പൊ ആ ഒരു ഏരിയയിൽ കിടപ്പുണ്ടാകും കേട്ടോ, വീണ്ടും കിടപ്പുണ്ട്. എനിവേ, ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നമുക്ക് മിക്ക സൊല്യൂഷനും ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ വളരെ റെയർ ആയിട്ടുള്ള സൊല്യൂഷൻ. ഒരു പറയുന്ന എക്സാമ്പിൾ ഇതാണ്. 95% എത്തനോൾ എടുത്തു, 5% വാട്ടർ എടുത്തു. എന്നിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് തുറന്നു വെച്ച് കഴിഞ്ഞാൽ വാട്ടറും ആൽക്കഹോളും ഒരുമിച്ച് തന്നെ ഗ്യാസിലേക്ക് പോകും. അപ്പോ 95% ആൽക്കഹോൾ ആൻഡ് 5% വാട്ടർ മിക്സ് ചെയ്ത് ഞാൻ ഇവിടെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എന്തായി പോയിട്ടുണ്ടാവും? വേപ്പർ ആയിട്ട് പോയിട്ടുണ്ടാവും. അത് എന്താണ്? ലിക്വിഡ് ആകുമ്പോഴും എങ്ങനെ ഇരിക്കുന്നു? ഇത് ആൽക്കഹോൾ, ഇത് വാട്ടർ, ഇത് ഇങ്ങനെ ഇരിക്കുന്നു. ഇത് ലിക്വിഡിലും ഇങ്ങനെ ഇരിക്കും, വേപ്പറിലും നേരെ വേപ്പർ ഫേസിലേക്ക് പോകുമ്പോഴും അത് അതുപോലെ തന്നെ പോകും. അങ്ങനെയുള്ള സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസിയോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മുടെ ഈ കാറ്റഗറിയിൽ 2 ടൈപ്പ് ഓഫ് അസിയോട്രോപ്സ് ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സും. കേട്ടോ? ഓക്കെ. അപ്പൊ നമുക്കൊന്ന് എഴുതി വെക്കാം. കേട്ടോ? അസിയോട്രോപ്സ് കേട്ടോ. AZEOTROPES, അസിയോട്രോപ്സ്. AZEOTROPES, അസിയോട്രോപ്സ്. അണ്ടർലൈൻ ചെയ്യാം. അവിടെ എഴുതി വെക്കുക. ബൈനറി മിക്സർ having the same composition. Binary mixtures having the same composition in liquid and vapor phase. Binary mixture having the same composition in liquid ആവുമ്പോഴും ഒരേ കോമ്പോസിഷൻ ആണ്, അല്ലെ? And liquid and vapor phase. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. at constant temperature. സെക്കൻഡ് പോയിന്റ്, അസിയോട്രോപ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് അടുത്ത പോയിന്റ് എഴുതി വെക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു, സെക്കൻഡ് പോയിന്റ് കേട്ടോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു separate the component by fractional distillation. It is not possible to separate the component by എങ്ങനെയായിരിക്കും? fractional distillation. The next, fractional distillation. The next subheading ആണ് minimum boiling azeotrops. Subheading കേട്ടോ, minimum boiling azeotrops. Subheading ആണ് minimum boiling azeotrops. Underline ചെയ്യാം. The solution which show a large positive deviation. From Raoult's law. The solution which show a large positive deviation from Raoult's law. Example ആണ് ഏറ്റവും important. Example. Approximately 95% ethanol
and water mixture. Approximately 95% ethanol and water mixture. The next minimum കഴിഞ്ഞാൽ അടുത്ത എന്തായിരിക്കും ഹെഡിങ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. മിനിമം കഴിഞ്ഞു, അടുത്താണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് അണ്ടർലൈൻ ചെയ്യാം. The solution that show large negative deviation. The solution that show large negative deviation from Raoult's law. From Raoult's law. From Raoult's law. The next example. Mixture of 68% nitric acid. Mixture of 68% nitric acid and 32% water. And 32% water. Mixture of 68% nitric acid and 32% water. ഇതിലെത്തുമ്പോ എന്തായി മെയിൻ ആയിട്ട് ഏകദേശം ഈ ചാപ്റ്ററിന്റെ ഏറ്റവും മിഡിൽ ഏരിയയിലുള്ള ടോപ്പിക് കഴിഞ്ഞു കേട്ടോ. മിഡിൽ ഏരിയ വരെയുള്ള ടോപ്പിക് കഴിഞ്ഞു. അടുത്ത ഹെഡിങ് എഴുതുക കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അടുത്ത ഹെഡിങ് കേട്ടോ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. നിങ്ങൾക്ക് തന്നേക്കുന്ന ഒരു 2 പേജുള്ള ഒരു ഏറ്റവും എക്സ്ട്രാക്റ്റഡ് നോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം തന്നിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം, ഏറ്റവും സ്മോളസ്റ്റ് എക്സ്ട്രാക്ട്. അതിലെ 2ാമത്തെ പേജ്, സെക്കൻഡ് പേജ് മുഴുവനും കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് കേട്ടോ. ഓർത്ത് നോക്കാം, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ the property only depend upon number of particles irrespective of size, nature, etc. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത് കേട്ടോ. എഴുതി വെച്ചോ. the property കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എഴുതുക കേട്ടോ. property only depend upon number of particle. The property only depend upon number of particle irrespective of size, nature, etc. Irrespective of size, nature, etc. അപ്പോ ഓർത്ത് നോക്കാൻ നമ്പർ വെച്ചിട്ടാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, ഇപ്പൊ ഒരു ഫിലിമിന് സീറ്റ് ബുക്ക് ചെയ്യാണ്. ആക്ച്വലി പുതിയൊരു സിനിമയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ സീറ്റ് ബുക്ക് ചെയ്യണം. സീറ്റ് ബുക്ക് ചെയ്യണ സമയത്ത് അവർ നമുക്ക് സീറ്റ് തരുന്നത് നമ്മുടെ നേച്ചറൊക്കെ നോക്കിയിട്ടാണോ? ഞാൻ തല കുത്തി നിൽക്കുന്ന ആൾക്കാരാണ് എന്ന് കരുതിയിട്ട് അതുപോലത്തെ സീറ്റാണോ എനിക്ക് തരുന്നത്? ആണോ? എല്ലാവർക്കും അല്ലേ സീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്പേസ് തരും എന്നുള്ളതല്ലാതെ അവിടെ ഇരിക്കുന്ന ഇതിന് എന്റെ നേച്ചർ നോക്കിയിട്ടോ അല്ലെ എന്റെ ബിഹേവിയർ നോക്കിയിട്ടോ എനിക്ക് ഇഷ്ടമുള്ള ടൈപ്പ് സിനിമയാണോ എന്ന് കരുതിയിട്ടാണോ സീറ്റ് തരുന്നത്? അല്ല. ഓക്കെ, അത് നമ്പർ മാത്രമേ നോക്കുള്ളൂ. അപ്പൊ അതൊരു നമ്പർ നോക്കുന്നൊരു സിസ്റ്റമാണ്. അപ്പൊ മിക്ക സ്ഥലങ്ങളിലും നമ്പർ മാത്രം നോക്കുന്ന സിസ്റ്റം ഉണ്ട്. പക്ഷെ അതല്ല, ചില സ്ഥലത്ത് എന്ത് ചെയ്യും, നേച്ചറൊക്കെ തോന്നും. ഇപ്പൊ ഒരു ഹോട്ടലിൽ ഞാൻ കയറി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഫുഡാണോ, എന്റെ നേച്ചറിലുള്ള ഫുഡാണോ ഞാൻ കഴിക്കുക? അവർ പറയുന്ന ഫുഡാണോ ഞാൻ ഹോട്ടലിൽ ചെന്ന് കഴിക്കുക? അല്ല അല്ലെ. നമ്മൾ പറയാണ് കോഫി ഓർഡർ ചെയ്ത കോഫി, അതിന് വരെ ടീ തരുവര്? ഇല്ല. അത് നമ്മുടെ നേച്ചർ നോക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുപോലെയാണ് ഇവിടെയും വരുന്നത് എന്ന് ആദ്യം ഒരു ഐഡിയ ഉണ്ടാവണം കേട്ടോ. ഓർത്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല. കാരണം ഇതിലെ ഏറ്റവും ടോപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതിലല്ല, അബ്നോർമൽ മോളിക്യുലർ മാസ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേജ് ഉള്ളൂ, പക്ഷെ നമുക്ക് ഏകദേശം ആ പേജും എവിടെയും കൂടി മിക്സിംഗ് ആണ്, ഇക്വിലിബ്രിയവും തമ്മിൽ മിക്സിംഗ് ആണ്. ആ ഇക്വേഷൻസും കൂടി മിക്സ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ടോപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കില് വേറെ ഒന്നും ഉണ്ടാവില്ല. അവിടെ എന്താണ് ആക്ച്വലി അബ്നോർമൽ മോളിക്യുലർ മാസ് മാത്രം ഒരു ചെറിയ ഒരു പാരഗ്രാഫ് ഉള്ളൂ, ഒരു ഇക്വേഷൻ ഉള്ളൂ. പക്ഷെ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്
കഴിഞ്ഞ വർഷം പഠിച്ച ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ള എല്ലാ എക്സ് വെച്ചൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഇക്വേഷൻസ് വേറെ എഴുതി തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല അല്ലെ? ഓക്കെ. സ്കൂളിൽ നിങ്ങൾക്ക് അതിന് വേറെ എന്തെങ്കിലും എഴുതി തന്നിട്ടുണ്ടായോ? അതിലാ മറ്റേ ബുക്ക് എടുത്ത് മറ്റേ നോട്ട് എടുത്ത് പ്രണവ്യം നോക്കി. അതിൽ ഏറ്റവും ലാസ്റ്റത്തെ കേട്ടോ, ഇവർക്കാണ് ഭവൻസിനാണ് കഴിഞ്ഞേക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നുണ്ട് ആൽഫ കെ എ, ആ ടൈപ്പ് ഇക്വേഷൻ ആണ് എഴുതിയേക്കുന്നത്. അത് എക്സ് വെച്ചിട്ടാണോ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് അതറിയാൻ വേണ്ടിയിട്ടാണ്. ഈ വർഷം എഴുതി തന്നോ? അത് ഇല്ല, അത് വരും കേട്ടോ. അതാണ് നമുക്ക് ഇതിൽ ആകെ ഒരു ചലഞ്ച് ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. ഓക്കെ. അപ്പൊ അത് ഇതുകൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെയും ഇതൊക്കെ ടഫായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. ഇനി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കേട്ടോ. പേര് ചോദിക്കുക എന്നിട്ട് എഴുതിക്കോളൂ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അത് കഴിഞ്ഞാൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അത് കഴിഞ്ഞാൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. അത് കഴിഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ കേട്ടോ. അങ്ങനെ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് നമുക്ക് ഹെഡിങ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ 4 പോയിന്റ്സ് ആയിട്ട് എഴുതി വെച്ചേ താഴെ. ഫസ്റ്റ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. Relative lowering of vapor pressure. Second, elevation of boiling point. Elevation of boiling point. Third, depression of freezing point. Third, depression of freezing point. Fourth, osmotic pressure. Fourth വരുന്നത് osmotic pressure. Fourth വരുന്നത് osmotic pressure. ഓക്കെ. ഇനി ഇതില് ഈ കണ്ടന്റ് ഡെഫിനിഷൻസ് പറയിപ്പിച്ചിട്ടാണ് 4 എണ്ണത്തിന്റെ 3 എണ്ണത്തിന്റെ ഒരുമിച്ച് ഇപ്പൊ പറയിപ്പിക്കും. നിങ്ങൾ ഇന്റർവ്യൂവിൽ പറയും, കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പറയും, എന്നിട്ടേ നമ്മൾ എഴുതുകയുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അത് ആ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്ത് പഠിക്കാൻ പറ്റണം, എങ്കിലേ വരുള്ളൂ. ആദ്യം വരുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇവിടെ നോക്കിയാൽ ഒരു ഗ്ലാസ് വാട്ടർ ഇമാജിൻ ചെയ്യാം കേട്ടോ. വാട്ടർ എടുത്ത് വെക്കാണ്. വാട്ടറിന്റെ വേപ്പർ പ്രഷർ ഒരു ഗ്ലാസ്സില് ഒരു ബീക്കറില് ഞാൻ വാട്ടർ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. ആക്ച്വലി വാട്ടർ എന്ന് പറഞ്ഞാൽ അല്ലെ അതെന്തായിരിക്കും? സോൾവെന്റ് ആണ്, ശരിയല്ലേ? സോൾവെന്റ് കേട്ടോ. ഓർത്ത് നോക്കാം. ഈ സോൾവെന്റിന്റെ പ്രഷർ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാണ്. സോൾവെന്റ് ഒരു പ്രഷർ 10 ആണെന്ന് കരുതാം. സോൾവെന്റിന്റെ പ്രഷർ എത്രയായിരുന്നു? 10. ഇപ്പൊ വെറുതെ ഇമാജിൻ ചെയ്യുക, ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ദെൻ ഇതിലേക്ക് ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തു. സോൾട്ട് ആഡ് ചെയ്താൽ എന്താവും? സോൾവെന്റ് സൊല്യൂഷൻ ആവും. അപ്പോ ഇത് സോൾവെന്റ്, അടുത്ത് എന്തായിരിക്കും? സൊല്യൂഷൻ. സൊല്യൂഷന്റെ പ്രഷർ എത്തുമ്പോൾ അത് 8 ആയി. സൊല്യൂഷന്റെ പ്രഷർ ചെയ്തപ്പോ ചെക്ക് ചെയ്തപ്പോ എക്സ്പെരിമെന്റ് ചെയ്തപ്പോ എന്തായി? 8 ആയി. ഇത് കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. അതിനെയാണ് പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പൊ ഹെഡിങ് എല്ലാം സൊല്യൂഷനെ കുറിച്ചാണ്. നിങ്ങൾ പഠിച്ച ഹെഡിങ് എല്ലാം ഇതിനെ കുറിച്ചാണ്, സൊല്യൂഷൻ. അങ്ങനെ ഒരു തോട്ട് കൊണ്ടുവന്നേ ഹെഡിങ് ഓൾ റിലേറ്റഡ് ടു സൊല്യൂഷൻ. ഇനി ഡെഫിനിഷൻ ചെയ്യുന്ന സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരു രീതി നോക്കുക. സൊല്യൂഷൻ വേപ്പർ പ്രഷർ. എങ്ങനെ തുടങ്ങിയ ഞാൻ? സൊല്യൂഷൻ വേപ്പർ പ്രഷർ കുറവല്ലേ? ലോവർ ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. അത്ര ഉള്ള ഡെഫിനിഷൻ. ഓക്കെ, ക്ലിയർ ആണോ? സൊല്യൂഷൻ വേപ്പർ പ്രഷർ എന്തായിരുന്നു? ലോവർ ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. പഠിക്കാൻ എളുപ്പമല്ലേ? അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പമാക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ടെക്സ്റ്റ് ബുക്കിൽ അവർ എഴുതി വെച്ചേക്കുന്നതാണ് ഈ സൊല്യൂഷൻ അകത്ത് എന്തൊക്കെയുണ്ട്? സോല്യൂട്ട് ഉണ്ട്, സോൾവെന്റ് ഉണ്ട്. അവർ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ സോല്യൂട്ട് ഇൻ സൊല്യൂഷൻ, അതിന് പകരം എന്തൊരു സൊല്യൂഷന് പകരം അവർ എന്ത് പറയും? സോൾവെന്റ് ഇൻ സൊല്യൂഷൻ. അങ്ങനെ പറയുമ്പോൾ തെറ്റി. മനസ്സിലായി? അതാണ് അവിടെ ചെയ്തു വെച്ചേക്കുന്ന ഒരു ഗെയിം. അപ്പൊ ആ ഡെഫിനിഷൻ വരുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചേക്കുന്ന ഒരു വേർഡ് ഉണ്ട്. ആക്ച്വലി ആ വേർഡ് നമ്മളൊരു കൺഫ്യൂഷൻ വരും. അതും അങ്ങനെ പഠിക്കേണ്ട. അതുകൊണ്ടാണ് ഏറ്റവും എളുപ്പം പഠിക്കാനായിട്ട് എന്തായിരുന്നു? എവിടെ വെച്ച് പറയണം? സൊല്യൂഷൻ വേപ്പർ പ്രഷർ. ഹെഡിങ് ആലോചിക്കുക. എന്തായിരിക്കും ഹെഡിങ്ങിലുണ്ട്? ലോവർ എന്നല്ലേ പറഞ്ഞേക്കുന്നത്? ലോവർ ആസ് കമ്പയർഡ് ടു പ്യുവർ സോൾവെന്റ്. അങ്ങനെയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കും? വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ് H2 ആണ്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ? അറിയില്ല എല്ലാവർക്കും. 100 ഡിഗ്രി അറിയാലോ അല്ലെ? വാട്ടർ സോൾവെന്റ് അല്ലേ? സോൾവെന്റ്
ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി ആണ്. ഇനി സോൾവെന്റിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്തു, ബോയിലിംഗ് പോയിന്റ് കൂടുകയോ കുറയോ? ബോയിലിംഗ് പോയിന്റ് കൂടും. അതാണ് എലിവേഷൻ. ഓർത്ത് നോക്കാം. അപ്പോ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ അല്ലെ, സോൾവെന്റിലേക്ക് കുറച്ച് അല്ലെ സോൾട്ട് ആഡ് ചെയ്തു, അപ്പൊ സൊല്യൂഷൻ ബോയിലിംഗ് പോയിന്റ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ 100 അല്ലെ 4 അല്ലെങ്കിൽ 5 ഇടാം. ഞാൻ 4 ഇട്ടു, ഒരു സ്പൂൺ കൂടി ഇട്ടാ 5 ആവും അല്ലെ. ഓക്കെ, അതുകൊണ്ടാണ് വീട്ടില് അമ്മമാരൊക്കെ പറയും അല്ലെ, എഗ് ബോയിൽ ചെയ്യുമ്പോൾ എങ്ങനെ ബോയിൽ ചെയ്യണം എന്നാ പഠിപ്പിച്ചേക്കണേ? സോൾട്ട് ഇട്ട് ബോയിൽ ചെയ്യണം. എന്നാൽ മാത്രമാണ് അത് എന്താവുള്ളൂ, ഉള്ളിൽ ആ അല്ലെ പറയുന്ന പ്രോട്ടീൻ ഒക്കെ ബോയിൽ ആവുള്ളൂ. അല്ലെങ്കിൽ സെമി ഫ്ലൂയിഡ് പോലെ ഇരിക്കും അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ വീട്ടില് അല്ല കുക്കറിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സോൾട്ട് ആഡ് ചെയ്യും. കാരണം എന്താ, സോൾട്ട് ആഡ് ചെയ്തില്ലെങ്കിൽ എത്ര ചെയ്താലും എത്രയേ വരുള്ളൂ, 100 ഡിഗ്രി ആവുള്ളൂ, അത് കൂടും. ഇനി ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞു നോക്കിയേ, എങ്ങനെ പറയാം? ഹെഡിങ് എല്ലാം എന്തിനൊക്കെയാണ്? ഹെഡിങ് എല്ലാം സൊല്യൂഷൻ. അപ്പൊ എങ്ങനെയായിരിക്കും? സൊല്യൂഷൻ ബോയിലിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കും? ഓൾവേസ് ഹയർ ദാൻ ദാറ്റ് ഓഫ്, കൂടുതലല്ലേ, എലിവേഷൻ അല്ലേ, എലിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുക എന്നാണ് അർത്ഥം. അപ്പൊ സൊല്യൂഷൻ ബോയിലിംഗ് പോയിന്റ് ഹയർ ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. ആണോ, പഠിക്കാൻ എളുപ്പമല്ലേ? ഇനി ഫ്രീസിംഗ് പോയിന്റ് അല്ലെ, ഐസില് കുറച്ച് സോൾട്ട് ഇട്ടാൻ പറ്റും. ഐസിൽ സോൾട്ട് ഇട്ടാൻ പറ്റും. ഐസിൽ സോൾട്ട് ഇട്ടാൻ പറ്റും. അത് ഫ്രീസിംഗ് പോയിന്റ് കുറയും. ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞിട്ട് എന്തായി പോകും? വാട്ടർ ആയി പോകും അല്ലെ. ഓക്കെ, ഇവിടുന്ന് അല്ലെ പല കുട്ടികളും പുറം രാജ്യങ്ങളൊക്കെ പഠിക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, എന്റെ കസിൻസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ആദ്യമൊക്കെ എക്സൈറ്റഡ് ആയിരുന്നു, കാനഡ കൊള്ളാം. പക്ഷെ രാവിലെയൊക്കെ എഴുന്നേക്കണം, അവരുടെ പണിയൊക്കെ കണ്ടതോടുകൂടി മതിയായി. കാരണം ഐസ് വന്നിട്ട് അവരുടെ ഫ്രണ്ട് ക്ലീൻ ആക്കണം. അവർക്ക് ആ റോഡ് ഉണ്ടല്ലോ അത് മുഴുവൻ ക്ലീൻ ആക്കണം. അതിലൊരു പ്രോസസ്സാണ് അവർ പറഞ്ഞത്, സോൾട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ സെറ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ആ പൗഡർ പോലെയുള്ളത് കുഴപ്പമില്ല, അത് സെറ്റായി 1 ദിവസമോ 2 ദിവസവും കൂടി ഒരു മടിയെങ്ങാലും വിചാരിച്ച് സെറ്റായി ഐസ് ആവും. നമ്മുടെ ഫ്രീസറിലിരിക്കുന്ന ഐസ് പോലെ അതായി കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. അപ്പോ സോൾട്ട് ഇടും. സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ഐസ് എന്താവും? മെൽറ്റ് ആകും അല്ലെ. ഓക്കെ, മെൽറ്റ് ആകും. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുന്ന മെയിൻ കാര്യം എന്താണ് ആക്ച്വലി, അതിന്റെ ഡെഫിനേഷൻ എങ്ങനെയായിരിക്കും അപ്പൊ പറയുന്നത്? എങ്ങനെയാ തുടങ്ങണ്ടേ? ഹെഡിങ് എന്തായിരുന്നു? സൊല്യൂഷൻ എന്താണ് ഹെഡിങ്ങിലേക്ക് കൊണ്ടോ? സൊല്യൂഷൻ ഫ്രീസിംഗ് പോയിന്റ്. കണ്ടോ, എല്ലാത്തിലും ഒരേ ഫ്രെയിമിലല്ലേ, അങ്ങനെ പഠിക്കാൻ എളുപ്പമാക്കി വെക്കാം കേട്ടോ. ഓർത്ത് വെക്കാം, സൊല്യൂഷൻ ഫ്രീസിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കുന്നു? ഡിപ്രഷൻ എന്നല്ലേ കൊടുത്തേക്കുന്നത്? ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോവർ ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. കണ്ടോ, ഞാൻ ഈ കൊണ്ടുവന്നേക്കുന്ന ആ 3 ഡെഫിനേഷൻ 3 ഹെഡിങ്ങിലും ഒരേ ഫ്രെയിമിലാണ്. അങ്ങനെ ഫ്രെയിം ആക്കി കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് പോയി. ഈ ടെക്സ്റ്റ് ബുക്കിലെ വേർഡാണ്, കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ വേർഡാണ് ആക്ച്വലി കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ആ ആവശ്യമുള്ള വേർഡ് മാത്രം പിക്ക് ചെയ്യുന്ന രീതിയാണ് ആക്ച്വലി കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് ഓരോന്നും പഠിച്ചു നോക്കുകയും ക്ലിയർ ആയിട്ട്. ആദ്യത്തെ ഡെഫിനേഷൻ എന്തായിരുന്നു? വേപ്പർ പ്രഷർ ഓഫ് അല്ലെ സൊല്യൂഷൻ അല്ലേ. അപ്പൊ എങ്ങനെയായിരിക്കും? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അല്ലെ. അതല്ല ഹെഡിങ്, എഴുതിക്കോ, ഹെഡിങ് എഴുതാം കേട്ടോ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അണ്ടർലൈൻ ചെയ്യാം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അണ്ടർലൈൻ ചെയ്യാം. ഡെഫിനിഷൻ എങ്ങനെ എഴുതണം? സൊല്യൂഷൻ വേപ്പർ പ്രഷർ കേട്ടോ, എഴുതിക്കോ കേട്ടോ എല്ലാവരും. സൊല്യൂഷൻ വേപ്പർ പ്രഷർ ലോവർ ദാൻ ദാറ്റ് ഓഫ് സൊല്യൂഷൻ വേപ്പർ പ്രഷർ ലോവർ ദാൻ ദാറ്റ് ഓഫ് solution vapor pressure lower than that of pure എന്തായിരിക്കും? solvent. solution vapor pressure lower than that of pure solvent. ഓർത്ത് നോക്കാം. then next അതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ നോക്കിയ ഇക്വേഷനില് P0 minus P divided by P0 equal to X2. കേട്ടോ, പഠിക്കുമ്പോ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ പഠിക്കുക കേട്ടോ, എളുപ്പത്തിന് വേണ്ടിയിട്ടാ. എനിക്കിത് അതിന്റെ കറക്റ്റ് ആയിട്ട് തന്നാൽ മതി. പക്ഷെ അതല്ല, പല കുട്ടികളും തെറ്റിക്കുന്ന ആളാണ്. പറയുമ്പോൾ ടങ് ട്വിസ്റ്റർ പോലെ ഇങ്ങനെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചു നോക്കുക, P0 minus P divided by P0 equal to X2. ഇനി ഇത് ശരിക്കും ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് ഇവിടെ ഇങ്ങനെയാണ്. ഇനി ഗൈഡുകളിൽ പോയാൽ കിടക്കുന്നത് ഇവിടെ A, ഇവിടെ A, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഗേറ്റിൽ പോയാൽ വരുന്നത് ഞാൻ പറഞ്ഞു, നോട്ട് എന്ന് കണ്ടാൽ അത് ഓർത്ത് വെക്കുക സോൾവെന്റ് ആണ്.
പി കണ്ടാൽ അതെന്തായിരിക്കും? സൊല്യൂഷൻ ആണ്. ഗേഡുകളിൽ പോകുമ്പോൾ ഇവിടെ എസ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ മിക്കപ്പോഴും ടീച്ചേഴ്സ് ഇങ്ങനെയാണ് തരാറ്. കേട്ടോ, ഓർത്തുക. ഇതില് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ 1 ഒന്നും ഇട്ട് പഠിക്കണ്ട. എങ്ങനെ പഠിക്കണം? പി നോട്ട് മൈനസ് പി ഡിവൈഡഡ് ബൈ പി നോട്ട്. കേട്ടോ, പറയുമ്പോൾ ഒരു കറക്റ്റ് ഓർഡർ വരും. അതിന് വരും പി നോട്ട് 1 മൈനസ് പി 1 ഡിവൈഡഡ് ബൈ പി നോട്ട് 1. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ. കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത് പി നോട്ട് മൈനസ് പി ഡിവൈഡ് ബൈ പി നോട്ട് ഈക്വൽ ടു x2. കേട്ടോ, ഓക്കെ, അങ്ങനെ പഠിക്കാം. ദെൻ അവിടെ 1 കൊടുത്ത എല്ലായിടത്തും 1 ആണ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമുക്കിത് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പി നോട്ട് കണ്ടാൽ സോൾവൻ പ്രഷർ. എങ്ങനെ ഓർത്ത് നോക്കണം? പി നോട്ട് സോൾവൻ പ്രഷർ. പി എന്തായിരിക്കും? സൊല്യൂഷൻ പ്രഷർ. കേട്ടോ, ഓക്കെ, അപ്പൊ ഇക്വേഷൻ എഴുതാം. കേട്ടോ, then x2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? x2 എന്ന് പറഞ്ഞാൽ n2, നമ്പർ ഓഫ് മോൾസ് ഓഫ് 2 എന്ന സോല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് n1 പ്ലസ് n2 എഴുതിയോ? ഇനി നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത്, ഈ n2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് എന്ന അർത്ഥം. ഇവിടെ ഓർത്ത് നോക്കുക, ഓരോന്ന് എഴുതി വെക്കുക. n2 എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട്. n2 നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് അല്ലെ? നമ്മള് 11th ഫസ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ പഠിച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലാത്തെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതുന്നത്. അത് നമ്മൾ എഴുതിയേക്കുന്നത് എന്താ? W2 ഡിവൈഡഡ് ബൈ m2 എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സോല്യൂട്ട്. സോല്യൂട്ട് വരുമ്പോൾ സോല്യൂട്ട്. n1 എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? W1 ഡിവൈഡഡ് ബൈ m1 അല്ലെ? ഓക്കെ, ഓർത്ത് നോക്കുക. 1 എന്ന് പറയുന്നത് സോൾവെന്റ്, 2 എന്ന് പറയുന്നത് സോല്യൂട്ട്. കേട്ടോ, ഓക്കെ. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾവെന്റ്. 2 എന്ന് പറഞ്ഞാൽ സോല്യൂട്ട്. കേട്ടോ, ഓക്കെ. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ പിന്നീട് ഡൗട്ട് വരാനും ചാൻസ് ഉണ്ട്. ഇനി നമ്മളുടെ ഈ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് ഇത് ലെസ് ദാൻ 10% സൊല്യൂഷൻ ആണ് തരുന്നതെങ്കിൽ, കേട്ടോ, അപ്പൊ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ അവര് ലെസ് ദാൻ 10% ആണ് സൊല്യൂട്ട് എങ്കിൽ നമുക്ക് ഈ ഇക്വേഷന് n2 എടുക്കണ്ട. അപ്പൊ എന്തായിരിക്കും? അല്ലെ, ലോ കോൺസെൻട്രേഷൻ. കേട്ടോ, അവിടെ എഴുതി വെക്കുക. അടുത്ത ലൈനില് ലോ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 10. ലോ കോൺസെൻട്രേഷൻ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ പറയാണ്, നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണത്. ലോ കോൺസെൻട്രേഷൻ n2 by n1. ലോ കോൺസെൻട്രേഷൻ ഇക്വേഷൻ എങ്ങനെ എടുത്താൽ മതി എന്ന് പറയുന്നത്? ഇത് നെഗ്ലിജിബിൾ ആക്കി എടുക്കുക. കേട്ടോ, n2 നെഗ്ലിജിബിൾ ആക്കാം. അപ്പൊ എന്ത് വരും? n2 by n1. ദെൻ ആ ഇക്വേഷൻ റെഡിമെയ്ഡ് ആക്കുമ്പോൾ എന്തായി മാറും? W2 divided by m2 into m1 divided by w1. കണ്ടോ, നേരത്തെ അവിടുത്തെ ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത്രേ ഉള്ളൂ. കേട്ടോ, ഓക്കെ. ശ്രദ്ധിക്കുക, ഈ ഇക്വേഷനിൽ ഒരു മോൾ ഫ്രാക്ഷൻ ഡയറക്റ്റ് ആയിട്ട് തരികയാണെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ഓർക്കുക, ഇപ്പൊ മോൾ ഫ്രാക്ഷന് പകരം നമ്പർ ഓഫ് മോൾസ് തരികയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇനി ഗിവൺ മാസ് ആണ് തരുന്നതെങ്കിൽ, കേട്ടോ, W2 എന്ന് പറയുന്നത് ഗിവൺ മാസ്, 2 എന്ന് പറഞ്ഞാൽ എന്താ? സോല്യൂട്ട്. കേട്ടോ, ഓക്കെ. സോല്യൂട്ട് സോൾവെന്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? കേട്ടോ, ഓക്കെ. അടുത്ത ഹെഡിങ് എന്തായിരിക്കും? നെക്സ്റ്റ് ഹെഡിങ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. കേട്ടോ, ഓക്കെ. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. നെക്സ്റ്റ് ഹെഡിങ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു തരൂല, എന്തായിരിക്കും? ഞാൻ ഈ പറയുന്ന ഡെഫിനേഷൻ വളരെ ആക്യുറേറ്റ് പോയിന്റ് ആണ്. കേട്ടോ, ഓർത്ത് വെക്കാം. പുതിയതായിട്ട് വന്നേക്കുന്ന ആൾക്കാരുടെ അടുത്ത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞ റിപ്പീറ്റേഷൻ ആണ്, ഇടയ്ക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ബോർഡ് എക്സാം ആണ് ആക്ച്വലി, അതും 12th ആണ്. 12th ബോർഡ് എക്സാമിന് നമുക്കൊരു ചാപ്റ്റർ കഴിഞ്ഞാൽ ആ ചാപ്റ്റർ ഏറ്റവും ബ്രീഫ് ആയിട്ടുള്ള കുഞ്ഞു പോയിന്റ് ഷാർപ്പായിട്ട് അറിഞ്ഞു വെക്കുക.
അതിന് വേണ്ടിയിട്ടാണ് നോട്ടൊക്കെ തന്നെ. ഡെഫിനിഷൻ പഠിക്കുമ്പോഴും ആ ഒരു പോയിന്റ് ഭയങ്കര ഷാർപ്പായിരിക്കണം. ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് വീണ്ടും എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് 10 ചാപ്റ്റേഴ്സും കിട്ടുമ്പോഴാണ് ബോർഡിൽ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആ നോട്ടിന്റെ പോയിന്റ്സ് ഭയങ്കര ബ്രീഫ് ആക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. എക്സ്പാൻഷൻ നോട്ട് നിങ്ങൾക്ക് വേറെ വന്നിട്ട് ഈ ഇപ്പൊ പറഞ്ഞു തരുന്ന ഏറ്റവും സ്മോൾ കാര്യമാണ്, അത് മറക്കാൻ പാടില്ല, ഷാർപ്പായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എങ്ങനെയായിരുന്നു? ബോയിലിംഗ് പോയിന്റ് ഓഫ് എവിടെ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞേ? സൊല്യൂഷൻ അല്ലേ. അപ്പൊ സൊല്യൂഷൻ ബോയിലിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കും? ഹയർ ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെന്റ് കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി. സൊല്യൂഷൻ ബോയിലിംഗ് പോയിന്റ് കേട്ടോ. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് അവിടെ എഴുതി കേട്ടോ. എഴുതി വെച്ചു. സൊല്യൂഷൻ ബോയിലിംഗ് പോയിന്റ്, സൊല്യൂഷൻ ബോയിലിംഗ് പോയിന്റ്, solution boiling point higher than that of pure solvent. Pure solvent. Next point എഴുതി കൊടുക്കുക. അടുത്തൊരു പോയിന്റ് എക്സ്ട്രാ പോയിന്റ് എഴുതി കൊടുക്കുക. Elevation of boiling point directly proportional to molality of solution. Elevation of boiling point is directly proportional to molality of solution. Elevation of boiling point directly proportional to molality of solution. Elevation of boiling point delta TB എന്നാണ് represent ചെയ്യുക. Delta TB directly proportional to molality. Molality small letter m ആണ് കൊടുക്കുക. Delta TB proportional to molality. The next delta TB equal to KB into m. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ കൊടുക്കുന്ന കോൺസ്റ്റന്റ് ആണ് കെ ബി കേട്ടോ. അപ്പൊ ഒന്ന് എഴുതാം. ഡെൽറ്റ ടി ബി എന്താന്ന് എഴുതണം കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട്. ഡെൽറ്റ ടി ബി എന്തായിരുന്നു? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഡെൽറ്റ ടി ബി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എം എന്തായിരുന്നു? മൊളാലിറ്റി കേട്ടോ. എം മൊളാലിറ്റി സ്മോൾ ലെറ്റർ എം ആണ് കേട്ടോ. അപ്പൊ മൊളാലിറ്റി കേട്ടോ. ദെൻ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. അപ്പൊ കെ ബി എന്താണ് കേട്ടോ? കെ ബി കോൺസ്റ്റന്റ് ആണ്. എന്ത് കോൺസ്റ്റന്റ് ആണ്? ഇബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഓർ എന്തായിരുന്നു? മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് കേട്ടോ. ഓർത്ത് നോക്കാം. കെ ബിയുടെ പേരെഴുതുക കേട്ടോ. ഇബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഓർ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്. ഇബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഓർ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്. കെ ബി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ഫുൾ ആയിട്ട് നമുക്ക് എഴുതണം അല്ലേ? ഓക്കെ, ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റിയുടെ ഫുൾ ഇക്വേഷൻ എഴുതാം കേട്ടോ. മൊളാലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നേരത്തെ പഠിച്ചത്? W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ W1. W1 കേട്ടോ. ഓക്കെ, ഇത് ഗ്രാമിലാണെങ്കിൽ ഇവിടെ മുകളിൽ 1000 വേണം കേട്ടോ. കിലോഗ്രാം ആണെങ്കിൽ 1000 വേണം കേട്ടോ. ഓക്കെ, ഇതാണ് മെയിൻ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. Then delta TB is equal to ഒരു കാര്യം കൂടി എഴുതി വെക്കണം. Delta TB is equal to boiling point of എന്തായിരുന്നു? സൊല്യൂഷൻ കേട്ടോ. ഓർത്ത് നോക്കുക. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് solvent. Boiling point of solvent. Delta TB is equal to boiling point of solution minus boiling point of solvent. Boiling point of solution minus boiling point of solvent. Boiling point of solution minus boiling point of solvent. ഓക്കെ ആണോ? ഇത്രയും വരെ പഠിച്ച ഓക്കെ ആണോ? എന്തൊക്കെയായിരുന്നു? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത് പ്രോപ്പർട്ടി അല്ലെ ഓൺലി ഡിപെൻഡ് അപ്പോൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. റെസ്പെക്റ്റീവ് ഓഫ് സൈസ് നേച്ചർ ഒക്കെയാണ്. ദെൻ ഈ പ്രോപ്പർട്ടികളെല്ലാം ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്ന ഈ പ്രോപ്പർട്ടികളെല്ലാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ദെൻ പാസ്റ്റ് ഇയർലി ഈ ടോപ്പിക്കിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്യാം. അടുത്ത ക്ലാസ്സിലാകുമ്പോൾ ഓൾമോസ്റ്റ് തീരും.
ദെൻ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ. ഇക്വേഷൻ ഇത് പറയിപ്പിച്ചിട്ട് വിട്ടുകൊള്ളൂ. ഇതില് പാസ്റ്റ് ഇയറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി. ഒന്ന് എഴുതിക്കോ കേട്ടോ. വന്നിട്ടുണ്ട് ബോയിലിംഗ് പോയിന്റ്. കാൽക്കുലേറ്റ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. കാൽക്കുലേറ്റ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ സൊല്യൂഷൻ. Calculate the boiling point of a solution prepared by calculate the boiling point of a solution prepared by adding 15 gram of 15 gram of NaCl 15 gram of NaCl to 250 gram of water. 250 gram of water. 250 gram of water. ഇവിടെ ബ്രാക്കറ്റ് എഴുതാം. Kb for water. Kb for water 0.512. 0.512. Then molar mass of NaCl. Molar mass of NaCl equal to 58.44 gram. 58.44 gram. 58.44 gram. ഇതാണ് മോളാർ മാസ് NaCl തന്നിരിക്കുന്നത്. 58.44 gram. ഓക്കെ, അങ്ങനെ ചെയ്യും. അങ്ങനെയായിരിക്കും ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ചോദിച്ചേക്കുന്നത് എന്തായിരുന്നു ആക്ച്വലി കാൽക്കുലേറ്റ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ സൊല്യൂഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത് ഉണ്ടോ? ഓക്കെ, ഈ ഇക്വേഷനിൽ നോക്കിയേ എന്താ ചോദിച്ചേക്കുന്നത് നോക്കിയേ അല്ലെ. അപ്പൊ നിങ്ങൾ വേഗം എടുത്ത് എഴുതിയ ഇക്വേഷൻ ഒന്നും കൂടി റൈറ്റ് ചെയ്തേ. എന്റെ താഴെ ഈ ഇക്വേഷൻ ഇത്രയും എഴുതണം കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് വേണ്ട, ഇത് വേണ്ട, പ്രൊപ്പോർഷണാലിറ്റി വേണം. നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ആദ്യം ചെയ്യേണ്ട ഇത്ര ഇക്വേഷൻ ഫ്രെയിം ആണത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം, ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബോർഡ് എക്സാമിന്റെ ഇതിൽ ഇത് കണ്ടോ, 2 മാർക്ക് 3 മാർക്ക് എല്ലാം ഈ ഒരു പേജ് മുതൽ, ഇതൊരു 10 ഇയറിനാണ്. ഈ ഒരു പേജ് മുതൽ ഇവിടെയും വരെ ചോദിച്ചേക്കുന്ന അബ്നോർമൽ മോളിക്യൂലർ മാസ് ആണ്. ഇതിന്റെ അടുത്ത വേർഷൻ ആണ് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ എടുക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വരും. ഇതൊക്കെയാണ് ഏറ്റവും എളുപ്പമുള്ളത് ഈ ചാപ്റ്ററിൽ. എളുപ്പമുള്ളത് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. പിന്നെ ആകെ ഈ ഇത്തിരി പേരൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ വർഷവും ഈസി ആയിരുന്നു ആക്ച്വലി. എനിവേ ഇത് ഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇത്ര എഴുതി. ഇനി നോക്കിയേ എന്താ കണ്ടെത്തണ്ടേന്ന് നോക്കിയേ. ഏതാ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടേ? ഇതല്ലേ കണ്ടോ, ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ് അല്ലെ. ബോയിലിംഗ് ഫുൾ ആയിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. സൊല്യൂഷൻ ഇത്ര എഴുതിയിട്ട് നിങ്ങൾ അത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചു. ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് കണ്ടെത്തണമെങ്കിൽ ആദ്യം എന്ത് കണ്ടെത്തണം? ഡെൽറ്റ ടി ബി. ഡെൽറ്റ ടി ബി കണ്ടെത്തണം അല്ലെ. ഓക്കെ, ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി. കെ ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞേ എത്രയായിരുന്നു? വാല്യൂസ് എടുത്ത് എഴുത് വേഗം. കെ ബി തന്നിട്ടില്ലേ? ആ, അതൊക്കെ ഓരോന്ന് എടുത്തെഴുതാം കേട്ടോ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എടുത്തെഴുതണം കെ ബി ഈക്വൽ ടു കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി W2 എന്തായിരുന്നു? W2 ഒന്ന് ശ്രദ്ധിച്ചേ. W2 ഫുൾ ആയിട്ട് എഴുതണം. എന്തായിരുന്നു? മാസ് ഓഫ് സോല്യൂട്ട്. അങ്ങനെ എടുത്തെഴുതി കേട്ടോ. എല്ലാവരും എഴുതണം കേട്ടോ. W2 നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇത് വീണ്ടും നിങ്ങൾ ഈ ബുക്ക് ഇതിനു വേണ്ടിയിട്ട് ഇന്ന് പഠിക്കാനല്ലാതെ നിങ്ങൾ ഒരു 2 months അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബോർഡ് എക്സാം, ഫസ്റ്റ് മോഡൽ എക്സാമിന് വേണ്ടി നോക്കുമ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാവില്ല നിങ്ങൾക്ക്. W2 മാസ് ഓഫ് സോല്യൂട്ട് എത്രയാണ് തന്നേക്കുന്നത് അവിടെ നോക്കിയേ.
അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ആ ക്വസ്റ്റൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. Calculate the boiling point of a solution prepared by adding 15 gram of NaCl to 50 gram of water. മനസ്സിലൊന്ന് കാണാൻ പറ്റണം. ഇത് കേട്ടോ, ഇവിടെ ബീക്കറിൽ 250 gram ഇരിക്കുന്നു, അതിൽ 15 gram ഇടുന്നു. സോല്യൂട്ട് സോൾവെന്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ലെസർ ക്വാണ്ടിറ്റി സോല്യൂട്ട്, ലാർജർ ക്വാണ്ടിറ്റി സോൾവെന്റ്. ഇനി അല്ലെങ്കിൽ തന്നെ അല്ലെ മിക്സ് ചെയ്യാണ് ആക്ച്വലി, അപ്പൊ അതിലേക്ക് ആഡ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോല്യൂട്ട്. അപ്പൊ W2 എത്രയായിരുന്നു പറഞ്ഞേ? 15 gram. ഇനി W1 സോൾവെന്റ് അല്ലെ, നിങ്ങൾ എഴുതണം W1 സോൾവെന്റ് കേട്ടോ, മാസ് ഓഫ് സോൾവെന്റ് അങ്ങനെ എഴുതണോട്ടോ എല്ലാവരും. മാസ് ഓഫ് സോൾവെന്റ് W1 മാസ് ഓഫ് സോൾവെന്റ് അങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതണം. മാസ് ഓഫ് സോൾവെന്റ് അല്ലെ, പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എത്രയാ? 250 gram. ഈ ക്വസ്റ്റനിൽ നോക്കിയാൽ മതി. W2 കിട്ടി, W1 കിട്ടി, M2 എത്രയായിരുന്നു? M2 എന്താ? മോളാർ മാസ് ഓഫ് സോല്യൂട്ട്. അങ്ങനെ എടുത്ത് എഴുതണം, മോളാർ മാസ് ഓഫ് സോല്യൂട്ട്. എനിക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, പക്ഷെ അതല്ല, നിങ്ങൾ അത് എടുത്തെഴുതണം. നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചു, അത് കഴിഞ്ഞിട്ടാണ് ഈ എഴുതി വെക്കുന്നത് കേട്ടോ. ആ ഫോർമാറ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടി ഇത് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ എക്സാം കണ്ടു കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 3 ഇക്വേഷൻ എഴുതി ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചു, എന്താണ് ഫൈൻഡ് ചെയ്യണമെന്ന് ഇട്ട് വെച്ചു. അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് 2 മാർക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 1.5 കിട്ടി. മനസ്സിലായി? 1.5 കിട്ടി, അവിടെ സേഫ് സോൺ എത്തി. ഒരു കാൽക്കുലേഷൻ ഒരു സ്റ്റെപ്പ് കൂടി എത്തിയ 2 ആയി. കണ്ടോ? ഓർത്തോ, അടുത്ത സ്റ്റെപ്പ് എത്തിയ 2.5, ലാസ്റ്റ് ആൻസർ മാത്രമാണെങ്കിൽ 2.5 കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുന്നത്. M2 എത്രയാണ് വന്നേക്കുന്നത്? NaCl അല്ലേ, 58.5 അല്ലെ, 58.5. 44 എന്നാണ് അവിടുത്തെ, കുഴപ്പമില്ല, റൗണ്ട് ചെയ്ത് 5 എടുത്തു കേട്ടോ. 58.44 അല്ലെങ്കിൽ 5. നെക്സ്റ്റ്, അപ്പൊ ഇത്രയും വാല്യൂസ് നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? KB എല്ലാം അറിയാലോ, ഓർത്ത് നോക്കാം. ഇനി ഈ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഡെൽറ്റ TB is equal to ഡെൽറ്റ TB equal to KB. KBയുടെ വാല്യൂ 0.5 എത്രയാ വന്നേക്കുന്നത്? 0.512 ഇൻറ്റു അല്ലെ W2ന്റെ വാല്യൂ ഒരു തന്നേക്കുന്നത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 15 ഡിവൈഡഡ് ബൈ 58.5 അല്ലെങ്കിൽ 44 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 250. കിട്ടിയ ആർക്കെങ്കിലും ആൻസർ ചെയ്ത് നോക്കിയേ. ഇതിലപ്പോ ആൻസർ കീഴിലുണ്ടാവും. കിട്ടിയോ? ചെയ്ത് നോക്കുന്നുണ്ടോ? ക്യാൻസൽ ചെയ്ത് കിട്ടുന്നുണ്ടോ? ഇവിടെ NaCl എന്ന് പറയുമ്പോൾ സോൾട്ട് ആണ്. അപ്പൊ 2 എന്ന് പറയുന്ന ഒരു സംഭവം കൂടി വരും കേട്ടോ, വാൻ ഹോഫ് ഫാക്ടർ. അതും കൂടി ചെയ്യുമ്പോഴാണ് ഇതിൽ കിട്ടുക കേട്ടോ. ഓക്കെ, ഇത് മാറിക്കിടന്നാണ് ആക്ച്വലി. കിട്ടുന്ന ആൻസർ 1.05 ആണ് കേട്ടോ. 1.05 കേട്ടോ. ഓക്കെ, ശരിക്കും 1.05ന്റെ ഹാഫ് ആണ് കിട്ടുക. അത് നിങ്ങൾക്ക് അടുത്ത ഇതില് ഡിസോസിയേഷൻ കൂടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡിസോസിയേഷൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഡിസോസിയേഷൻ ആഡ് ചെയ്യുന്നത് ഈ വാല്യൂന്റെ ഫ്രണ്ടിൽ 2 വരും കേട്ടോ, ഇൻറ്റു 2 വരും കേട്ടോ. ഓർത്ത് നോക്കാം. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കും കേട്ടോ. എന്താണ് നല്ലത് കേട്ടോ? സോൾട്ട് ആണ് കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ NaCl എന്ന് പറഞ്ഞാൽ NaCl വെള്ളത്തിലിടുമ്പോ എന്തായി മാറും? Na പ്ലസ് ആൻഡ് Cl മൈനസ് കേട്ടോ. ഓർത്ത് നോക്കാം. അത് നോർമൽ മോളിക്കുലർ മാസ് ആണ്, അതും കൂടി വരുന്നതാണ്. NaClന്റെ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി വന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് മിക്സ് ചെയ്ത് വന്നേക്കുന്നതാണ്. എനിവേ, ഇവിടെ ഡെൽറ്റ TB അതും കൂടി വരും. ആ 2 എന്തുകൊണ്ടാണ് വന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ഒരു I വരുന്നതുകൊണ്ടാണ്.
ഡെൽറ്റ ടി ബി കിട്ടുന്നത് ഇപ്പൊ എന്നാലും ഇങ്ങനെ ഓർത്ത് നോക്കുക, അടുത്ത ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്ത് തരാം. 1.05. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്തായിരിക്കും കേട്ടോ? ഇപ്പൊ ഇത് ഇതുപോലെ തന്നെ എഴുതുക കേട്ടോ. ഡെൽറ്റ ടി ബി സി 1.05. മറ്റു എന്തുകൊണ്ട് വരുന്നു എന്ന് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കാണ് ആണ് ഡെൽറ്റ ടി ബി. ഇനി നിങ്ങൾക്ക് അറിയാമല്ലോ ഈക്വേഷൻ അല്ലെ, ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു അല്ലെ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? സോൾവെന്റ് വെള്ളമല്ലേ, വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ? 100 ഡിഗ്രി. അതെല്ലാവരും അറിഞ്ഞു നോക്കണം അല്ലെ. ഓക്കെ, വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ആണ്. അപ്പൊ ഇവിടെ ഈ ഡെൽറ്റ ടി ബിയുടെ വാല്യൂലേക്ക് കൊടുത്ത എത്ര വരും? 1.05 ഈക്വൽ ടു ഈക്വേഷൻ കേട്ടോ. ഡെൽറ്റ ടി ബിയുടെ ഈക്വേഷനിലേക്ക് കൊണ്ടുവരാണ്. എന്ത് വരും? ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. സോൾവെന്റ് എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ്. കെൽവിനിൽ പറയാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ ഡിഗ്രി സെൽഷ്യസിലാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു എത്ര വരും? 100 പ്ലസ് 1.05 കേട്ടോ. ഇത് ആഡ് ചെയ്ത് വരും. അപ്പോ 100 101.05 കേട്ടോ. ഓക്കെ, ഇതാണ് ആൻസർ വരും. ഓക്കെ, ഒന്ന് എടുത്തേ. പിന്നെ ഇത്രയും വരെ ടോപ്പിക് നിൽക്കട്ടെ കേട്ടോ. ഓക്കെ, പറഞ്ഞ ടോപ്പിക്സുകൾ ഒന്ന് ഓർഡറിൽ കൊണ്ടുവരാം. എന്തായിരുന്നു ഒന്ന് ഡിസ്കസ് ചെയ്തേ? റൗൾസ് ലോ കേട്ടോ. ക്ലാരിറ്റിയിൽ കിട്ടണം കേട്ടോ. റൗൾസ് ലോ കഴിഞ്ഞിട്ട് സ്പെഷ്യൽ കേസ് ഓഫ് റൗൾസ് ലോ ഒക്കെ നോക്കി അല്ലെ, ഒരു ഗ്രാഫ് ഒക്കെ നോക്കി മനസ്സിലേക്ക് വരാൻ വേണ്ടിട്ടാ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരുന്നു ആക്ച്വലി അല്ലെ? ഓർത്ത് നോക്കുക, ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ എന്തൊക്കെയായിരുന്നു? സൊല്യൂഷൻ ഓഫ് റൗൾസ് ലോ, ഡെൽറ്റ എക്സ് മിക്സ് ഈസ് ഈക്വൽ ടു 0, ഡെൽറ്റ വി മിക്സ് ഈസ് ഈക്വൽ ടു 0, എ ബി ഇന്ററാക്ഷൻ ഓൾമോസ്റ്റ് ഈക്വൽ. അത് കഴിഞ്ഞാൽ എക്സാമ്പിൾ പഠിച്ചു നോക്കണം. എക്സാമ്പിൾ മറക്കരുത്. NHN, ബെൻസീൻ ടോളിവ്, പിന്നെന്തായിരുന്നു? ക്ലോറൈഡിൻ ആൻഡ് ബ്രോമൈഡിൻ. അങ്ങനെ അത് ക്ലാരിറ്റിയിൽ കൊണ്ടുവരാം. അത് കഴിഞ്ഞ് പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ, അത് കഴിഞ്ഞാൽ അസിയോട്രോപ്സ്. അസിയോട്രോപ്സ് കഴിഞ്ഞാൽ പിന്നെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 ഉണ്ട്. ഏതൊക്കെയായിരുന്നു? അത് പറഞ്ഞിട്ട് പോവാം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പോയിന്റ് കൂടി എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് തീരും. അതിനടുത്ത ക്ലാസ്സിൽ നമുക്ക് ഭംഗിയിൽ റിവിഷൻ ആയിട്ട് ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ടോപ്പിക് ബേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. വൈൻഡ് അപ്പ് ചെയ്യാം. ഓൺലൈനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പോകണം കേട്ടോ. ഞാൻ വീഡിയോ നോക്കാം.